സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ആദരിക്കലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. എന്നിട്ടോ അതിന് സുബക്കി ഇമാമ് എഴുന്നേറ്റ് നിന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞില്ലേ? പിന്നെ ഖാല സഖാഫി ഇന്നൽ അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗലിദ ഉദ്ദേശിക്കുന്നു. മനസ്സിലായില്ല? അതപ്പുറം പറയട്ടെ. അടുത്ത കാലത്ത് ഉണ്ടായെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തുണ്ടായ പലതും എല്ലാം വിധേയത്താകുമോ? അതല്ല ഞാൻ ചോദിച്ചേ. ഈ സഹീഹുൽ ബുഖാരി ഓതാൻ തുടങ്ങിയിട്ട് കാലത്തിലായിട്ടുണ്ടാവും. നബിതങ്ങളുടെ കാലത്ത് സഹീഹുൽ ബുഖാരി ഉണ്ടായില്ല. ഹദീസിൻ്റെ ഒരൊറ്റ കിതാബ് ഉണ്ടായിട്ടില്ല. എവിടെയുണ്ടായിന്? സഹീഹുൽ ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് കാലത്താണ് ബുഖാരി ഇമാം ജനിക്കുന്നത് തന്നെ? 194, 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. അത് മോഡലാക്കിയിട്ടാണ് ഓരോ ശിഷ്യന്മാരാണ് ബാക്കിയുള്ള മുഹദ്ദിസീങ്ങൾ അധികവും. മുസ്ലിം ആവട്ടെ, തിർമിദി ആവട്ടെ, പലരും മൂപ്പറ ശിഷ്യന്മാരാണ്. അപ്പം എന്നാൽ പിന്നെ അക്കാലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണ്ടേ? പക്ഷെ അതിൻ്റെ അസിലുണ്ടാവും എവിടെയോ. ഈ കാണുന്ന ഈ പരിഷ്കരിച്ച മോഡൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. മദ്രസ നല്ല ഞാൻ ചോദിച്ചാൽ മദ്രസ പ്രസ്ഥാനത്തിന് അതുപോലെ ബേലൂരും ബാക്കിയാത്തിലും ദൈവബന്ധിലും മറ്റേ കോട്ട് കൊടുക്കലും മർക്കസി കോട്ട് കൊടുക്കലും പട്ടിക്കാട്ട് കോട്ട് കൊടുക്കലും ആകെ എത്ര വയസ്സുണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും? 100. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലുണ്ടായില്ല. എന്നാൽ അത് വിധേയത്തൊന്നും അല്ലണ്ട്. പക്ഷെ അവിടേക്കല്ല നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇൽമ് പറഞ്ഞു കൊടുക്കുക, ഹദീസ് പറഞ്ഞു കൊടുക്കലുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സഹാബത്ത് അറിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഹദീസ് തന്നെയാണ് ഓതി വരുന്നത്. പക്ഷെ ബെഞ്ചും ഡെസ്കും ചോക്കും ഡസ്റ്ററും പൊടിയും അതുപോലെ പ്രത്യേക ടൈമും ആതിരൊട്ടിയ വെക്കലും 8 മണിക്ക് തുടങ്ങലും 10 മണിക്ക് വിടലും എന്നുള്ള തർത്തീബ് ഉണ്ടാവില്ല. അക്കാലത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇക്കാലത്ത് പുതിയ വന്നുകൊണ്ട് ഇത് മുഴുവൻ അടങ്ങനെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തറാവീഹ് നിസ്കരിച്ചു. പിന്നെന്താക്കി? തങ്ങൾ നിർത്തി. അപ്പോൾ സഹാബിമാർ എന്താക്കും? തങ്ങൾ നിസ്കരിച്ച വകയിൽ ഒറ്റക്കായിട്ടും ചെറിയ ചെറിയ ജമാഅത്തായിട്ടും എന്താക്കും ഇങ്ങനെ നിസ്കരിക്കുന്നു. അത് സിദ്ദീഖ് തങ്ങളുടെ കാലവും കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വന്നപ്പം പറഞ്ഞെന്താ പിന്നെ ഇത് ഒറ്റ ഇമാമത്തിൽ എന്താക്കണം? സംഘടിപ്പിക്കണം. ഉമയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഇമാമാക്കി നിർത്തിയിട്ട് എല്ലാവരെയും കൂടെ ഒറ്റ ജമാഅത്താക്കുക. തങ്ങൾ ഒറ്റ ജമാഅത്താക്കിയിട്ടുണ്ടാകും. അപ്പം അസ്സൽ കാണിച്ചു കൊടുത്ത് അത് ഉമ്മത്തിൻ്റെ ഭാരമായി തോന്നണ്ടെന്ന് വെച്ചാൽ എന്താക്കി? തങ്ങളത് പതിവാക്കിയില്ല. തങ്ങൾക്ക് ഓരോ ശൈലിയുണ്ടാവും പഠിപ്പിക്കുന്നില്ലേ. എല്ലാം എന്താക്കും? ഭാവിയിൽ ഇതൊരു ഭാരമായി തോന്നണ്ട. അപ്പോൾ ഷറൈനോട് വെറുപ്പുണ്ടായി കളിയും. ചിലത് കർശനമായിട്ട് കൽപ്പിക്കും. ചിലതെന്താക്കുക? ഫളായില് മാത്രം മറ്റും മതിയാക്കും. എന്നാൽ ആഗ്രഹിക്കുന്നവരുടെ എടുത്തോട്ടെ. ഇതങ്ങാണ് ഇത് രണ്ടിയാണ് തലക്കങ്ങാനും ദേശമെങ്കിൽ നാളേക്ക് വലിയ മുടി മുളക്കും. കഷണ്ടി തലക്കാരെല്ലാം നല്ല തലയാവുന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ എണ്ണം വാങ്ങണമെന്ന് അതിൻ്റെ അർത്ഥം. വാങ്ങി തേച്ചോന്ന് മാങ്ങവി പൈസ ഉണ്ടോ? 100 റുപ്യ എന്ന് പറഞ്ഞാൽ ആരും വാങ്ങില്ല. ഈ പോരിശ പറഞ്ഞാൽ എന്താക്കുന്ന ഒന്നുകൊണ്ടപ്പം എനിക്കും വേണം എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ട് തീരും. ഇതുപോലെ ചില അതുക്കാരുണ്ട് ഫളായിൽ എന്താക്കും? തങ്ങൾ പറഞ്ഞു കൊടുത്തു. പണ്ട് മനക്കുന്ന് ഒരു പ്രസംഗം ചെയ്ത് ഒരു മുത്തക്കബീറും ജബ്ബാറും അല്ല ഹദ്ദാദിനെ കുറ്റപ്പെടുത്തിയതാണ്. അത് നമ്മളൊക്കെ പഠിച്ചു ചങ്ങായിട്ട് കേട്ടിട്ട് ഓനിക്കെല്ലാം മനസ്സിങ്ങനെ ഹൗലായി ആയി. അല്ല അപ്പോൾ ഇന്നലെ ഓനെ ഹദ്ദാദിനെ പറ്റി കുറേ പറഞ്ഞില്ല. എന്താണെന്നും ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നോക്കാം ഹദ്ദാദിൽ എന്താ അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഒരു ഫാത്തിഹ ഉണ്ട്. ഫാത്തിഹ ഓതൽ തെറ്റാ? ഖുർആനിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതൽ തെറ്റാണോ? തൊട്ടടുത്തൊരു ആയത്തുൽ കുർസി ഉണ്ടാവും. അത് ഓതിക്കൂടാ? ആയത്തും ആയത്തുൽ ഖുർആൻ അല്ലേ? പിന്നെന്താ ഉണ്ടല്ലോ ആമൻ റസൂലുണ്ട്. ആമൻ റസൂൽ എപ്പോൾ ഓതണമെന്നും അർശിൻ്റെ നിധിയിൽ സൂക്ഷിച്ച സാധനമാണ്. മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊടുക്കാതെ എനിക്ക് മാത്രം അല്ലാഹ് തന്നേന്നാണ് പറഞ്ഞത് അല്ലേ? അത് ഓതിക്കൂടാ? എന്നാ ഇനിപ്പെട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഉള്ളത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇത് കലിമത്തു തൗഹീദിൻ്റെ എല്ലാ വശങ്ങളും അടങ്ങിയതാണ്. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു 1, വഹ്ദഹു 2, ലാ ശരീക ലഹു 3, ലഹുൽ മുൽക്കു 4, വലഹുൽ ഹംദു 5, യുഹ്യി വയുമീതു വഹുവ അലാ. തൗഹീദിൻ്റെയും അല്ലാഹുവിൻ്റെ അഫ്ആലിൻ്റെ 8 കലിമത്താണ് അതിൽ പറഞ്ഞത്. ഇത് പറഞ്ഞുകൂടാന്നാണ് പറയുന്നത്. ഇതൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ
ശൈത്താനെ തൊട്ട് അള്ളാഹു തആല കാവലാക്കി. ഒരു മനുഷ്യൻ ചെയ്താൽ അതിന് തത്തുല്യമായി ചെയ്താലല്ലാതെ അതിനെ മറികടക്കുന്ന വേറെ അമലില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് അടിസ്ഥാനത്തിൽ ഇത് ചെല്ലണമെന്നാണോ ചെല്ലണ്ട എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാദ്? തല കൊണ്ടൊന്ന് ആലോചിക്കട്ടെ, കുണ്ടി കൊണ്ട് ആലോചിക്കാൻ പാടില്ല, തലച്ചോറുകൊണ്ട് ആലോചിക്കണോ? ചെല്ലണമെന്നാണോ ചെല്ലണ്ട എന്നാണോ ആ വാക്കിൻ്റെ ധ്വനി? അപ്പം സമ്മതിച്ചല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബഉൻ. ഭൂമിയിൽ നിന്ന് അവൻ്റെ അടിമകളെ വക്കൽ നിന്ന് അല്ലാഹു തആലാക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് 4 എണ്ണമുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അള്ളാഹു കേൾക്കാൻ വേണ്ടി വളരെ ഇഷ്ടപ്പെട്ടതാണ്. ചെല്ലണമെന്നാ ചെല്ലണ്ടെന്നാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അല്ലേ? അപ്പോൾ ചെല്ലണമെന്ന് 3 സംബന്ധിച്ച് ഇനി ബാക്കി നമ്മൾ നോക്കാം. ഇത് തങ്ങളതിൻ്റെ ഫളായിൽ നിങ്ങൾ ചെല്ലുകയെന്ന് പറഞ്ഞിട്ട് തങ്ങൾ നിർബന്ധിക്കൂല. റഊഫുർ റഹീമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കൽപ്പിക്കെന്താക്കും? മറ്റുള്ള ആളെ മനസ്സിൻ്റെ ഭാരം തോന്നിക്കാതെ ശൈലിയിൽ ഒരു പറഞ്ഞു കൊടുക്കലുണ്ട്. ഞാൻ നേരം വെളുത്ത് വൈകുന്നേരം വീട്ടിൽ പണയിലെടുത്തതിന് ശേഷം പറഞ്ഞു, നമുക്ക് ഒന്ന് വൃത്തിയാക്കി പോയി ഉറങ്ങുന്ന അപ്പണയെങ്കിൽ തീർന്നല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവിടെ കർശനമായി കൽപ്പിക്കൂല, എന്നാലും അയാളെ അല്ലെങ്കിൽ പ്രേരിപ്പിക്കില്ല. തബ്ലീഗിൻ്റെ ഒരു ശൈലിയുണ്ട്, തങ്ങൾ മുഅല്ലിമാണ്. നമ്മൾ ആവിഷ്കാരം അതില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു 1, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി 2, സുബ്ഹാനല്ലാഹി ബിഹംദിഹി 3. ഇങ്ങനെ തർത്തീബാക്കിയിട്ടുണ്ടോ? പോട്ടെ, നമുക്ക് തർത്തീബ് മാറ്റിക്കളയാം. നീ പറഞ്ഞ തർത്തീബ് പറ. ചെല്ലണമെന്നെല്ലാം ഉണ്ട്. അങ്ങനെ ഇത് 1-മതും ഇത് 2-മതും ഇത് 3-മതും തർത്തീബാകാം. അങ്ങനെ തർത്തീബ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നീരോ തർത്തീബ് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. എന്താക്കുന്നത്? സുബ്ഹാനല്ലാഹി ബിഹംദിഹി 1-മത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 2-ാം നമ്പർ മറ്റാക്കിയിട്ട് ഒന്നിങ്ങനെ ABC ഉണ്ടപ്പോൾ എന്താക്കുക? BAC ആക്കുക അല്ലേ? അതിന് തെളിവുണ്ടാ? 3 എണ്ണത്തിന് നിർത്തിയിട്ടാൽ എത്ര തർത്തീബിലാക്കി കൊണ്ടുവരാൻ കഴിയുമോ? നോക്ക്, ABC, A ആണ് നിർത്ത്, CB 2 എണ്ണായാ. ഏത്? B തുടങ്ങുക, BAC, BCA. ഇത് തുടങ്ങുക, CBA, CAB. ഇത്തരം തർത്തീബ് കിട്ടൂലേ? ഒരു തർത്തീബിനും തെളിവില്ലല്ല. അപ്പോൾ ഒരു കലിമത്ത് പറയുമ്പോൾ ഏതെങ്കിലും തർത്തീബിലേക്ക് കൊള്ളിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ബുദ്ധിപരമായ തെളിവാണ്. അതിന് മാത്രമുള്ള ബുദ്ധിയില്ല, പിന്നെ സംസാരേ തുടങ്ങണ്ടേ കഴിയും. മതി. സമയത്ത് പിന്നെ സമയത്ത് അല്ലാണ്ട് സമയം മാറ്റി കളയുമ്പോൾ കസരത്താക്കാം. അതല്ലേ എൻ്റെ ചോദ്യം. ഇഷാക്കല്ലേ ഇടങ്ങേറ്? ഇഷാക്ക് വേണ്ട, നമുക്ക് അസ്രീന്നിട്ടാക്കാം. എന്നാലും അതിനാ പറഞ്ഞത്, ഒരു വാക്കിയത്ത് ഒരു സമാനിൽ ഒരു തർത്തീബിൽ ഒരിനത്തിലെ ലോകത്ത് സംഭവിക്കാൻ കഴിയുള്ളൂ. അതിനെ ലാസിമാണത്. അസർക്കാക്കിയാലും ചോദിക്കില്ല, അസർക്കങ്ങ് തെളിവുണ്ടാകും. അള്ളാഹ് മുത്തലക്കായിട്ട് കൊണ്ടുണ്ടാവും. വഫ്അലുൽ ഖൈറ, ഖൈറാണെങ്കിൽ ചെയ്തോളി പോരെ. പിന്നെ നമ്മൾ അടുത്ത ഓതിന്നൊന്നുമല്ല. ആദ്യം ഖാസായ ഒരു അമല് പറഞ്ഞ്, റുക്കൂ പറഞ്ഞ്, സുജൂദ് പറഞ്ഞ്, വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈർ. ഖൈറാണെങ്കിൽ ചെയ്തോളി, എല്ലാം ചെയ്തോളി, മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഖൈറോ ഷർറോ ആദ്യം മുഖദ്ദിം പറ, സുഗറ പറയട്ടെ. അങ്ങനെ ചെയ്തോളി ആദ്യം പറഞ്ഞില്ലേ? ചെയ്യൽ തന്നെ. എന്നാ പിന്നെ ഷർറ് എന്ന് പറ. ചുരുക്കത്തിൽ ഒരു തരം ബ്രാതിൽ കവിഞ്ഞ് പുറന്നൂടില്ല. അപ്പോൾ ഈ ഹദസ പിന്നീട് ഉണ്ടായിരുന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേക മോഡലുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഷമായിലുൽ തുർമിദിയിൽ എന്താ വിഷയമുള്ളത് പറഞ്ഞിട്ട്? മദ്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടി മുതൽ മുടി വരെ ലാഹിറും ബാത്തിനും 400 ഹദീസ് ഉപയോഗിച്ചിട്ടാണ് തങ്ങളെ മദ്ഹ് പറയും, സനദോട് കൂടിയിട്ട്. ഇത് സഹാബത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ലേ? സഹാബികളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആരല്ലോ? അലി റളിയല്ലാഹു അൻഹു, പിന്നെ ബറാ റളിയല്ലാഹു അൻഹു, പിന്നെ ഇങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സെലക്ട് ചെയ്യപ്പെട്ട സഹാബത്ത് മാത്രം. എത്രയോ സഹാബികളുണ്ട്, പക്ഷെ അവരാരും പറഞ്ഞു കൊടുക്കാൻ ഒരുങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ്? പറയും അതങ്ങ് തെറ്റുപറ്റിപ്പോകുന്ന ചെറുപ്പിന് പേടി. തങ്ങളുടെ റാത്തിനോട് അനുയോജ്യമായിരിക്കണം പറയുന്നത്. ചിലക്ക് അങ്ങനെ പേടി.
ചിലർ പറയും എനിക്ക് പറയാൻ മാത്രം തങ്ങളെ തുറിച്ച് നോക്കിയിട്ടില്ല, ഞാൻ ആദരവോടുകൂടി കണ്ണ് താത്തിയിട്ടേ നോക്കിയിട്ടുള്ളൂ എന്നാൽ ചിലർ പറയും. അപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ട ഏതാണ് സഹാബ എന്താക്കുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെന്നെ മദ്ഹ് പറയലും തങ്ങളെ പരിചയപ്പെടുത്തലും തന്നെയാണല്ലോ മൗലിദ് എന്ന് പറഞ്ഞ സാധനം. ആ പേരിൽ വ്യത്യാസം ഉണ്ടാവും, അഡ്രസ്സ് കൊടുക്കും. പിന്നെ മൗലിദ് എന്നുള്ള പേരങ്ങ് മാറ്റി കളയാൻ പേരങ്ങ് മാറ്റിയാൽ പേരിനോളെ കുഴപ്പമെങ്കിൽ അന്ന് വേറൊരു പേര് പറയാം, അവിടെ ഉണ്ടാവില്ലോ കുഴപ്പം. അതിനും ചോദ്യത്തിൻ്റെ തൊട്ട് മൊത്തമല്ലല്ലോ. തായിഫ് അത് ചോദിച്ചല്ലോ, നിങ്ങളല്ലാത്ത റസൂലാക്കാൻ വേറെ ആരെയും കണ്ടിട്ടില്ലേ? വേറെ ആളാക്കാം അയാളോട് ചോദിക്കുമല്ലോ ചോദ്യം. മൂന്നാമത്തെ ആളെ ശരിക്കും അയാളോട് ചോദിക്കുമല്ലോ ചോദ്യം. ജാബിന് സമുറ, അതെ ഷമായിൽ പറഞ്ഞ ചെറുക്കൻ ജഹാബത്തേ ഉള്ളൂ. പിന്നെ ജാബിർ അബ്ദില്ലാഹി പറയുന്നുണ്ടല്ലോ. നൂറുകണക്കിന് സഹാബികൾ തങ്ങളെ ഹാജരത്തിലുണ്ടെങ്കിൽ ഇവരെ പറയാൻ ഒരുങ്ങുന്നുള്ളൂ. അങ്ങനെ ഷമായിൽ പറഞ്ഞ എത്ര പാട് കിതാബുണ്ട്, തിരുപ്പതി മാത്രമല്ലല്ലോ, മഹമിമാമിനില്ല, അതിനേക്കാൾ എത്രയോ വലിപ്പമുള്ളത്. കാന്തി അതിന് ശിഫ ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ മൗലിദ് എന്നുള്ള സാധനം. അതിലുള്ള ഇബാറത്ത് അങ്ങനെ തന്നെ എടുത്തു വെക്കലെന്നുണ്ട്. ഖുർആനിലില്ലേ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അത് തങ്ങളെ മതമല്ലാത്ത വേറെ എന്തെങ്കിലും ഉള്ളിൽ വേറെ എന്തെങ്കിലും അഹ്കാമുണ്ടോ? വേറെ എന്തെങ്കിലും ചർച്ചാ വിഷയമുണ്ടോ? അത് പറഞ്ഞാൽ തെറ്റായി പോന്ന്. എന്നാൽ പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒന്നും പറഞ്ഞുകൂടാൻ നോക്കുക അല്ലേ? ആ പറയുന്നതിൻ്റെ രൂപം തന്നെ ഉണ്ടാവില്ലേ? ഒന്നുകിൽ ഗുണം കൊണ്ട് പറയും, അല്ലെങ്കിൽ ആക്ഷേപിച്ച് പറയും, അല്ലെങ്കിൽ ഒന്നും കൊണ്ടൂല. 3 എത്തിമാർ എന്തിനാ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞിട്ട് അകത്തിൽ മൗലിദ് മദ്ഹബരൻ എന്ന് പറഞ്ഞാൽ ബർദി ആയാലും ബിൽത്തിരി ആയാലും ഖസീയത്തുൽ ഉമരി ആയാലും ഗുണം കൊണ്ട് പറയൽ അതിൻ്റെ അകത്തുള്ളത്. എന്താ പിന്നെ കൊണ്ടും പറയണ്ട, പിന്നെ നമുക്ക് ആക്ഷേപിക്കുക. സാധാരണ മുസ്ലിമായ മനുഷ്യനെ തന്നെ പറഞ്ഞാൽ ഗീബത്താണ്. അവൻ്റെ മെയ്യത്തിൻ്റെ ഇറച്ചി തിന്നതിന് പകരം നബിമാരെ ചീത്ത പറയാൻ വേണ്ടി എന്ന് പറയുന്നു. ഒന്നും ഉണ്ടാണ്ടെന്നാൽ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തതിനെ മറച്ചു വെക്കല. ഇല്ലതിൽ എത്തുമൂല മാന്തല്ലാവും എന്ന് പറഞ്ഞില്ലേ? 3 എഹ്തിമാൽ 4ാമത്തെ എഹ്തിമാൽ പറ. 2 പോയി 1 ബാക്കിയില്ലേ? റസൂലിനെ പറ്റി പരിചയപ്പെടുത്താതിരുന്നാൽ എന്താണ്? ജൂത നസാറാക്കളോട് പറഞ്ഞെന്താണ്? അല്ലാഹു തആല ഇറക്കിയ നിങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്ന കൂട്ടരായിരുന്നു. അതല്ലേ വിട്ടത്? ഖാലൽ ഇബ്നുൽ ജൗസി മിൻ ഖവാസിഹി അന്നഹു അമാനും ഫീ ദാലിക്കൽ ആം എന്ന് പറഞ്ഞു. അക്കൊല്ലത്തിൽ അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം അത് അതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണെന്ന്. അപകടങ്ങൾ, മാരക രോഗങ്ങൾ, പകർച്ചവ്യാധി ഇതിനെത്തൊട്ടെല്ലാം അമാനെന്ന്. അവനവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിത്തരുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയുണ്ടാവും. സലാത്ത് ലേറ്റും മൗലൂദ് ഓതിയിട്ട് എന്താക്കും? ദ്വാരക്കും. ഇനി താഴെ പറയുന്ന കിസ്സ വെച്ചിട്ടാണ് എന്താക്കൽ? അത് മുമ്പുണ്ടായിട്ടില്ലെന്ന് പറയുന്നത്. മൗലിദ് എന്ന പേരിൽ തന്നെ മുമ്പുണ്ട്. എന്താ മംഗൂ സുലൈൻ്റെ അവസാനത്തെ ഇബാറത്ത് ഏതാന്ന്? ഖാല അലി ഇബ്നു സൈദ് റഹിമഹുല്ലാ. ഓരാരാന്ന്? താബിഈങ്ങളിൽപ്പെട്ടവരാണ്. നാളെ കാളമ്പാടി ഉസ്താദ് ഒക്കെ പ്രസംഗിക്കണം. വലിയ ആലിമല്ലേ? ഓരോ ജനനം വഫാത്ത് വരെ കണ്ടിട്ടുണ്ട്. ഖാല അലി ഇബ്നു സൈദ് റഹിമഹുല്ലാ. പിന്നെ മുപ്പറെന്താ പറഞ്ഞാൽ, എൻ്റെ പരിസരത്ത് ഒരു ദിമ്മിയായ ഒരു കാഫർ താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൊല്ലത്തിൽ എന്താക്കും? റബീഉൽ അവ്വൽ മാസം വന്നാൽ പരിസരത്തുള്ള ഫക്കീറന്മാരെല്ലാം പിടിച്ച് മൗലിദല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ആ കിസ്സ കൂടെ ഉണ്ടതാ. അപ്പം ഈ മോഡലുകളാണ് പുതിയത്. അതാണ് തറാവീഹ് ഞാൻ പറഞ്ഞില്ലേ? അപ്പം ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? നിഅമത്തുൽ ബിദ്അ, ഇത് നല്ല ബിദ്അത്താണെന്ന്. അത് നല്ലതും ബിദ്അത്തും കൂടെ ഒരുമിച്ച് വിടലുണ്ടാകും. വിധേയത്തെല്ലാം മോശമാണെങ്കിൽ നന്മയും വിധേയത്തും കൂടെ യോജിക്കും. അപ്പോൾ എന്ന് പറഞ്ഞിട്ടെന്ന് കൊല്ല വിധേയത്തിൽ ദലാലത്താണെങ്കിൽ ദലാലത്തും നന്മയും കൂടെ എങ്ങനെ യോജിപ്പിച്ച് പറഞ്ഞ് ആരാ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ്.
അപ്പം നിഅമ എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയിട്ട് അതിന് അസിലുണ്ട് എന്നതിലേക്ക് നോക്കിയിട്ടാണ്. ആ ഈ കാണുന്ന കോലം മൂപ്പർ നിർദ്ദേശിച്ചതാണ് അല്ലേ? അത് പുതിയതാണ്. ആ വിധേയത്ത് തന്നെ ഉത്സവം പറഞ്ഞു, രണ്ടും കൂട്ടി ചേർത്തില്ലേ? അസലിലേക്ക് നോക്കിയിട്ട് നിഅമ. അപ്പോൾ ഒന്നുമല്ല ഈ രണ്ട് വാക്ക് ഒരുമിച്ച് കൂടിയത്. ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്ത് എടുത്തോന്ന് മുത്തനബി അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ എടുക്കണം എന്നുള്ളതിന് എന്താ പറഞ്ഞു കൊടുത്തത്? അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ 1, അർ റാഷിദീന 2, അൽ മഹ്ദിയ്യീന 3 പറഞ്ഞിട്ടാണ് എന്താക്കുന്നത്? മുറുക്കെ പിടിച്ചോന്നു. വിധേയത്ത് എന്ന് പറഞ്ഞാൽ വിധേയത്തിൽ സുന്നത്തിന് എത്ര തർത്തീബുണ്ട്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, രണ്ടാമത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത്. അപ്പോൾ തങ്ങൾ നടപ്പിലാക്കാത്തതിലേക്ക് ചേർത്തിട്ട് വിധേയത്തിന് ഭാഷാപരമായിട്ട് പേര് പറയും. മൂന്നാമത് സഹാബത്തിൻ്റെ മൊത്തത്തിലുള്ള ആചാരം അല്ലെ എന്താണ്? അസ്ഹാബി കന്നുജൂം എന്ന് പറഞ്ഞത്. നാലാമത്തെ ഒന്നുണ്ട് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ ഫലഹു വിസ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. അപ്പം എന്തുണ്ട്? ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ദലീൽ കൊണ്ട് പരിശോധിച്ചിട്ട് ഇസ്ലാമിലേക്ക് ചിലതെന്താക്കാം, ചേർക്കാം എന്നിവിടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ മനസ്സെന്നാന്ന് പറയണം. ചിലർ പറയില്ല നേരത്തെ ഉള്ളതിന് ഹയാത്താക്കിയാണ്. അങ്ങനെയാണ് മുഹമ്മദ് സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യത്ത് എന്ന് മറുവശം വരേണ്ട ആവശ്യമുണ്ടാ? നേരത്തെ ഉള്ളതിൽ എടുക്കാൻ സയ്യത്തില്ലല്ലോ. തിന്നില്ല. പിന്നെന്താന്ന്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ, എൻ്റെ പറഞ്ഞെന്താന്ന്? മിൻഹു എന്ന ഹദീസിലുള്ളത്. മാലൈസ ഫീഹി എന്ന് പറഞ്ഞിരുന്ന ഇന്ന് ഞാൻ കാണിച്ചതിൻ്റെ അപ്പുറം എന്തെങ്കിലും കയറിപ്പോയെങ്കിൽ ഫഹുറദ്വലെല്ലാം പാതി വലിച്ചെറിയണമെന്നാവും. ഫീഹി അല്ല, മിന്നു വന്ന്. മിന്നെന്താ സാധനം? ഫീ മിന്നെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ചില ഹർഫുകളുണ്ടല്ലോ, ഹർഫുകളുണ്ട്. ഹുറൂഫുൽ മആനി ഉണ്ട്, ഹുറൂഫുൽ മബാനി ഉണ്ട്. ഹുറൂഫുൽ മആനി എന്ന് പറഞ്ഞാൽ ആ അക്ഷരത്തിന് പ്രത്യേക മാന ഉണ്ടാവും. അല്ല ഹുറൂഫുൽ മആനി, അതാണ് ബി. ബിൽ ബസ്തഇൻ വ അദ്ദി എന്ന് പറഞ്ഞാൽ അൽഫിയ വീട്ടിലില്ലേ? ബാക്ക് എന്തെല്ലാം അർത്ഥമുണ്ട്? പല കോലത്തിനും പല വയ്ക്കും. അബ്ബി അൽഫീൽ അൽസിഖി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അലാക്കൊരു മാനുണ്ട്, ഫീക്കൊരു മാനുണ്ട്, മിന്നിനൊരു മാനുണ്ട്. മിന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്തിദാവ്. ഞാൻ തളിപ്പറ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട്, മീൻ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂരിന് തുടങ്ങിയെന്ന് അർത്ഥം ഉണ്ടായില്ലേ? ഇല എന്ന് പറഞ്ഞാൽ എത്തിയെന്ന് അർത്ഥം ഉണ്ടായില്ലേ? അത് ഹുറൂഫുൽ മബാനി എന്ന് പറഞ്ഞാൽ എന്താ? സയ്യിദുൻ എന്ന് പറഞ്ഞാൽ 3 അക്ഷരം കൂടിയപ്പോൾ ഒരാളെ പേരായി, ഒരു കലിമത്തായി. ഇതിൽ സായിക്ക് പ്രത്യേക അർത്ഥമില്ല, ജാക്ക് പ്രത്യേക അർത്ഥമില്ല, ദാലിനും അർത്ഥമില്ല. അത് ഒരു പാർട്സാണ്. ജാഫർ എന്നൊരാൾക്ക് പേരിട്ട ജീവന് പ്രത്യേക അർത്ഥമില്ല, ഐനിന് അർത്ഥമില്ല, ഫാക്ക് അർത്ഥമില്ല, റാക്കും അർത്ഥമില്ല. ജാഫർ ഒന്ന് ചേർത്ത് വായിച്ചാൽ ഒരാളെ പേരായി. ഇതാണ് ഇത് ഹുറൂഫുൽ മബാനി. മാ ലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ മിന്ന് ഹുറൂഫുൽ മആനി പെട്ടതാണ്. മിന്നെന്താന്ന്? തമിഴിൽ തന്നെ മിന്ന്. ഹൂ എൻ്റെ തമിഴിലെടുത്തേക്കാന്ന് ഫീ അംരിനാ ഹാദാ എന്ന് പറഞ്ഞ സാധനത്തിന് അമ്രിലേക്കാണ്. അപ്പം ഈ നമ്മൾ കൊണ്ടുവന്ന കാര്യത്തിൻ്റെ ഒരു ബാലുമായി വെക്കുന്നില്ലെങ്കിൽ ഒഹറുണ്ട് ബിൽച്ചങ്ങത്തിന് ഒന്ന്. എന്താ ബാല്? ഒന്നെങ്കിൽ നെസ്സിനോടൊക്കണം, അല്ലെങ്കിൽ ഖിയാസിനോടൊക്കണം, അല്ലെങ്കിൽ ഇസ്തിൻബാത്തിനോടൊക്കണം. ഏതെങ്കിലും ഒന്നൊത്താം മിന്നൈ. ഒരു കലിമത്തിൽ നിന്ന് എന്തെല്ലാം ജാതി? 16 ജാതി പിഴിഞ്ഞെടുക്കലുണ്ട്. എരുമ്പിൻ്റെ കൊണ്ടെടുക്കുന്നുണ്ടാ? ഇങ്ങനെ എടുക്കല് അതെന്താക്കുന്നു? ഇങ്ങനെ നേരെ വലിച്ച് അപ്പുറത്ത് വലിച്ച് എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ മടക്കി എന്നിട്ട് വെച്ച് മൂന്നാമത് മടക്കിയ മേലെ മടക്കി അവസാനം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് മടക്കി. ഇനി ഒന്നും കുട്ടില്ല എന്ന് കണ്ട മരിച്ചവിടെ. അതേമാതിരി എടുക്കും. നെസ് കൊണ്ടെടുക്കും, ഖിയാസ് കൊണ്ടെടുക്കും. ഔലാ ഖിയാസ് ഉണ്ട്, അഥവൻ ഖിയാസ് ഉണ്ട്, മുസാബി ഖിയാസ് ഉണ്ട്. മഫ്ഹൂമിനെടുക്കും, മഫ്ഹൂം മുഖാലഫ കൊണ്ടെടുക്കും. ഇങ്ങനെ എന്തെല്ലാം ജാതി സിംബാത്തുണ്ട് അതെല്ലാം മിന്നിക്കൂട്ടും. അപ്പോൾ ഈ കൊണ്ടുവന്ന ഈ സാധനത്തിൽ ഹദീസിനോ മറ്റെന്തെങ്കിലും ഒന്ന് എടുക്കാനുണ്ടോ നോക്കിയിട്ടാണ് തള്ളാൻ. പക്ഷേ ഇത് ആരോട് വരണം ഹബീബേ? ഒന്നുകിൽ അന്ധമായ തക്കതിനൊപ്പം പോയി ഒരു കൂട്ടർ എന്താക്കി കിട്ടിയതിനെല്ലാം ആക്ഷേപിക്കുന്ന ബുദ്ധിയൊന്നും ഇല്ലാണ്ട് തത്തമ്മ പാട്ട് പാടുന്നാൾ പോയി. ഈ രണ്ടിനും നേരെയാക്കാൻ കഴിയില്ല.
ഇത് അവലുമൻ അഹദതഹു മിനൽ മുലൂക്കിൽ മലിക്കുൽ മുളഫർ എന്ന് പറയും. അബൂ സഈദ് സാഹിബ് ഇർബൽ എന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ സഈദ് മുളഫർ രാജാവാണ് ഇതിനാദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മൂപ്പർ നടത്തിയ കോലത്തിൽ ആദ്യമാക്കിയതെന്ന്. ഇങ്ങനെ ധാരാളം ആളുകൾ വിളിച്ച് വലിയ പന്തലും തോരണങ്ങളും കിട്ടിയിട്ട് ഒരു ഭാഗത്ത് സാധാത്യങ്ങൾ, ഒരു ഭാഗത്ത് നേതാക്കന്മാർ, ഒരു ഭാഗത്ത് ആലിമ്യങ്ങൾ, ഒരു ഭാഗത്ത് ആശിക്യങ്ങൾ, ഒരു ഭാഗത്ത് പദ്യം ചെല്ലുന്ന ആൾ, ഈ കോലത്തിൽ എന്താക്കും വലിയ വമ്പിച്ച സർക്കാരാക്കിയിട്ട് കൊണ്ടുവരുന്നത് മൂപ്പർ. ആ സംവിധാനം എന്താണ് അസിൽ മദ്ഹ് പറയുന്നത് മൂപ്പറുണ്ടാക്കിയല്ല. അപ്പം അതിന് പൂർണ്ണ ഒരു രൂപം കൊടുക്കുന്നേ ഉള്ളൂ. ഇന്ന് കാലം പറയുന്നുണ്ട്. وألف له الحافظ ابن دهية تأليفا سماه التنوير في مولد البشير النذير എന്ന ഒരു കിതാബ് ആര് ഇബ്നു ദിഹിയ ഹാഫിദ് മുഹദ്ദിസാണ്. മൂപ്പർക്ക് ഒരു മൗലിദ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ദൈലോദിക്കൊളിയുന്നുണ്ട്. അപ്പം മൗലിദിൻ്റെ അസലുണ്ടാവും, ഹദീസിലുണ്ടാവും. ഇപ്പം സുബ്ഹാന മൗലിദ് ഉദ്ധരിക്കുന്ന ഹദീസ് മുഴുവൻ ശിഫായി നടത്തിയല്ലേ, ദലായിലിൻ നുബുവ്വത്തി നടത്തിയല്ലേ. ഫഅജാസഹുൽ മലിക്കുൽ മുളഫർ ബിഅൽഫി ദീനാർ. ആ മൗലിദ് ഉണ്ടാക്കി കൊടുത്തതിന് 1000 ദീനാറാണ് സമ്മാനമായി കൊടുത്തത്. അയാൾക്ക് അതിനുള്ള സന്തോഷാധിക്യത്തെ. വസന അൽ മലിക്കുൽ മുളഫർ മൗലിദ്, മൂപ്പർ എന്താക്കി മൗലിദ് സംഘടിപ്പിച്ചിട്ട് വകാന യഅമലുഹു ഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലാണ് നടപ്പിലാക്കുക. വയഹ്തഫിലു ബിഹി ഇത്തിഫാലൻ ഹായിദൻ, വലിയ ജനക്കൂട്ടം അവിടെ സംഘടിക്കും. നമ്മ കണ്ടിട്ടല്ല, സുഡാനിൽ പോയി 3 ദിവസത്തെ പരിപാടി. എത്ര വിശാലത, കിലോമീറ്റർ ദൂരമുള്ള വലിയ അനന്തവിശാലമായ മരുഭൂമിയല്ല. നിങ്ങൾക്ക് നോക്കി അത്ര കാണൂല, അത്രയാ ജനങ്ങൾ. പെണ്ണുങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും, ആണുങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും. സ്റ്റേജും വരുന്നാടാ മക്കത്തുനിന്നും മദീനത്തും ഇറാഖിൽ മിസ്റിൽ ഇറങ്ങി വരുന്ന വലിയ 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 പടു കൂറ്റന്മാർ അവരെ കണ്ടാൽ തന്നെ നമുക്ക് വിലറിയിപ്പോകുന്ന അത്തരത്തിലുള്ള ആലിമീങ്ങൾ. അവിടെ ഉറങ്ങാൻ പാടില്ലെന്നാണ്. 3 ദിവസം ഉറക്കില്ല, രാത്രി ഹയത്താക്കണം. സ്റ്റേജിൽ നല്ല ക്ഷീണമായിട്ട് അധ്യക്ഷനോട് സമ്മതം ചോദിച്ചാൽ ലക്ഷം പോയി ഇസ്തിറാഹത്ത് ലാനവും ഉറങ്ങാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. നടപ്പില്ലാണ്ട് സ്ഥലത്ത് മദീന സ്റ്റേജിൽ വന്ന് നിന്നിട്ട് അങ്ങോട്ട് പാട്ടുണ്ട്. നമ്മ എറിയ വൈക്കലല്ലേ, ഒരപ്പം നിന്നിട്ട് അങ്ങോട്ട് പാട്ടുണ്ട്. ഉമർക്കാതെ അത് ട്രോളയിൽ ഉണ്ടാക്കിയ മാതിരി പാട്ട്. വകാന ഷഹ്മൻ ഷുജാഅൻ ബാത്തലൻ ആഖിലൻ ആദിലൻ. രാജാവിൻ്റെ മഹത്വം പറഞ്ഞത് നല്ല ധീരനായിരുന്നു, നല്ല ബുദ്ധിമാനായിരുന്നു, നീതിമാനായ ഭരണകർത്താവാണ്. വപാലത്ത് മുദ്ദത്തുഹു ഫിൽ മുൽക്കി ഇദാ അമ്മാത്ത. മൂപ്പർ മരിക്കുന്നത് വരെ രാജപദത്തിൽ തന്നെ തുടർന്നിരുന്നു, കിടക്കുന്ന സ്ഥാനഭ്രഷ്ടനായിട്ടില്ല. വഹുവ മുഹാസിറുൽ ഫറഞ്ച് ബി മദീനത്തി അക്ക സനത്ത സലാസീന വസിത്തിമിയ, അത് 630 നബിമാമ ജനിച്ച കൊല്ലം. മഹമൂദ് അസീറ വസ്സരീറ, എല്ലാവരും സ്തുതിക്കപ്പെടുന്ന ഒരാളായിരുന്നു. എന്നിട്ടോ അവരുടെ സദസ്സിലുള്ള അവസ്ഥയെ പറയുന്നു. കാല സിബത്ത് ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസി ആദ്യം പറഞ്ഞില്ലേ, അവരുടെ പേരക്കുട്ടിയാണ് സിബത്ത് ഇബ്നുൽ ജൗസി. അവർ പറയുന്നത് ഫി മിർആത്തി സമാൻ എന്ന കിതാബിൽ ഹക്കാലി ബഅദു മൻ ഹളറ സുമാത്തൽ മുളഫർ, മുളഫറിൻ്റെ സൽക്കാരത്തിൽ പങ്കെടുത്ത ആളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്, ഫീ ബഅദുൽ മവാലിദ്, ചില മൗലിദിൽ ഫദക്കർ അന്നഹു അദ്ദ ഫീ 5000 റഅസി ഗനം, എത്ര 5000 ആട്ടുന്തല, 5000 10,000 ദജാജ, 10,000 കോഴി. പിന്നെ 100,000 സബദിയ, 1,00,000 ചെറിയ ചെറിയ പിഞ്ഞാണപാത്രം, ചെറിയ ചെറിയ കപ്പില്ലേ. 30,000 ഷഹിൻ, 30,000 തളിക. ഇതൊക്കെയായിരുന്നു അന്നത്തെ സൽക്കാരത്തിന്. ഇത് അതിശയോക്തിയായി തോന്നണ്ട. 10-15 കൊല്ലത്തിന് മുമ്പ് ഞാനും ഹനീഫിയും ഏവിയും കൂടെ പോയി ക്ഷണിച്ചിട്ട് ഒരു സ്ഥലത്ത് പരിപാടിക്ക് 12 ദിവസം മൂലിതാണ്. 5 നേരവും ഭക്ഷണം ഇതിലുണ്ടാവും. ഹനീഫ കുറുമില്ലേ, പള്ളിയിൽ നിന്ന് വിളിച്ചു പറയും ഭക്ഷണം എന്നുള്ള പാത്രവുമായിട്ട് കീ നിൽക്കുകയെന്ന്. ഹിന്ദു മുസ്ലിം എന്ന് വ്യത്യാസമില്ല. ആണുങ്ങൾക്ക് ലൈന് പറയും, പെണ്ണുങ്ങൾക്ക് ലൈന് വേണേ. ഉപ്പായിട്ട് ബുറുക്ക് ധരിച്ച പെണ്ണുങ്ങളുണ്ടാകും, മുലക്കയും പുറത്താക്കി നിൽക്കുന്ന ഹിന്ദു പെണ്ണുങ്ങളുണ്ടാകും. എല്ലാവർക്കും ഭക്ഷണം. എന്താ ഭക്ഷണം എന്നറിയോ,
വെറുംചോറുണ്ട്, നെയ്ച്ചോറുണ്ട്, കഞ്ഞിയുണ്ട്, പൊട്ടിക്കഞ്ഞിയുണ്ട്, പിന്നെ പച്ചക്കറി ബിരിയാണിയുണ്ട്, കോഴി ബിരിയാണിയുണ്ട്, ആട് ബിരിയാണിയുണ്ട്. അനിപ്പൊക്കെ നമ്മൾ അനുഭവിച്ചാണല്ലോ. 3 ദിവസം നമ്മൾ അവിടെ വയൽ തുറന്നല്ലോ. ഒറ്റ ദിവസം പറയാനാ പോയിന്. പക്ഷെ എന്ത് പറഞ്ഞ് കുറച്ച് നീട്ടിക്ക് വന്നു. പക്ഷെ അവിടെ പറയാനൊരു തടസ്സമുണ്ടായിരുന്നു. കഠിനമായ ചൂടു, ജനങ്ങൾ നടന്നിട്ട് പൊടി പാറിയിട്ട് അവിടെ രക്ഷയില്ല. 10 സ്ഥലത്തിൽ ദ്വാരന്നപ്പോൾ അന്ന് അസലിൻ്റെ മഴ പെയ്തപ്പോൾ എന്താക്കി, ഭൂമിയിലെ പൊടിയെല്ലാം അടങ്ങി വളരെ ശീതളമായ അന്തരീക്ഷം. നീ ഓർമ്മണ്ടല്ലോ, നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കാൻ വന്നേ അതിൻ്റെ പിച്ച് നിന്ന് അന്ന് നീങ്ങില്ല. ആ പരിപാടിക്കില്ല, വിളിക്കാൻ വന്നില്ലേ അവിടെയൊക്കെ വണ്ടിയേറ്റ് വന്നേ. ആ എന്താ വേണ്ടത് പറഞ്ഞോളാ. നിങ്ങൾക്ക് വെറുതെ പറയാൻ വേണ്ടി ഉണ്ട്. നെയ്ച്ചോറ് വേണം, ഉണ്ട്. മറ്റേ ചെറിയ കഞ്ഞി ഉണ്ടാവും, വലിയ കഞ്ഞി ഉണ്ടാവും, പച്ചക്കറി ബിരിയാണി വേണം, മീൻ ബിരിയാണി വേണം, എന്താ ബിരിയാണി എല്ലാം ഇടുന്നുണ്ട്. ഏത് ആടുണ്ട്, പോത്തുണ്ട്, കോഴിയുണ്ട്, എല്ലാം ഉണ്ട്. ഇത് 12 ദിവസം ഈ കോലത്ത് നടത്തണമെങ്കിൽ എന്താ ഇതിൻ്റെ അവസ്ഥ? സാധാരണ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നടത്തിയ പരിപാടി. ഗ്യാസിനെന്താന്ന് വലിയ 54 ലോറിയില്ലേ റോഡ് മുഴുവനും പിടിച്ചെടുക്കുന്ന ആ ഗ്യാസും വണ്ടിയാണ് നടന്നത്. തെലങ്കും പലങ്ങാറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. വലിയ ലോറി ഇവിടെ മംഗലപ്പുറക്കൊണ്ടേക്ക് ചെറിയ ഒരു കുറ്റിയിരിക്കും. ആ ലോറി തീരുമ്പോഴേക്ക് മറ്റൊരു ലോറി വരും. ഹനീഫ് ഞമ്മ രണ്ടാളും ഒന്നിച്ചാമച്ചായി പറയുന്നു. അപ്പം മുല്ലഫർ രാജാവ് സംഘടിപ്പിക്കുക ഇതിലൊന്നും അതിശയമല്ല. ഇത് നമ്മളിപ്പോഴത്തെ ഒരു വ്യക്തിയാണ് നടത്തുന്നത്. 12 ദിവസം കൊലാമന്തോളു മദീന സ്ട്രീറ്റിൽ വക്കാന യഹ്ളുറു ഇൻദഹു ഫിൽ മൗലിദ് അയാനുൽ ഉലമാ. പ്രഗത്ഭരായ വലിയ ആലിമീങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, വസൂഫിയാക്കലുണ്ട്. ഫയുഖ്ലഉ അലൈഹിം വയതുലഖു ലഹുൽ ബുഖൂർ. അവർക്ക് പ്രത്യേക വസ്ത്രം അണിഞ്ഞു കൊടുക്കും. ഇതിന് വേണ്ടിയിട്ട് ഇവർ ഇന്നാളാൻ തിരിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വമ്പിച്ച സുഗന്ധ വസ്തു ബുഖൂർ അങ്ങനെ തന്നെ നിരവാധികം. നമ്മളിക്കാലത്താണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട് ആ ബുഖൂറെല്ലാം ആ നാടൊട്ടാകാൻ നടക്കണമെങ്കിൽ. വക്കാന യസ്രിഫു അലൽ മൗലിദി 300,000 ദീനാർ. 3 ലക്ഷം ദീനാറാണ് അതിന് മൂപ്പറും അത് ചിലവായിട്ട് മാറ്റി വെച്ചത്. കണ്ടോ? എന്നിട്ടോ വസ്തംബത്തൽ ഹാഫിദ് ഇബ്നു ഹജർ തഖ്ലീജ് അമലുൽ മൗലിദി അലാ അസ്ലിൻ സാബിത്തിൻ ഫി സുന്ന. ഹാഫിദ് ഇബ്നു ഹജർ എന്ന അഷ്കലാനിയാണ്. ഇബ്നു ഹജർ ഹൈതമിയുണ്ട്, അത് പറഞ്ഞു. അതിന് സുന്നത്തിൽ അസ്ലുണ്ട് എന്ന് മുമ്പ് തെളിയിച്ചെന്താ? അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീനത ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശൂറ. ആശൂറാൻ്റെ ദിവസം യഹൂദികളൊക്കെ നോമ്പ് നോക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഹുവ യൗമുൻ ഉഗ്ദിക ഫീഹി ഫിർഔൻ വനജ്ജ മൂസ. ഫിർഔന് ചെങ്കടലിൽ ചത്തൊടുങ്ങുകയും പിന്നെ മൂസ അലൈഹിസ്സലാം രക്ഷപ്പെടുത്തുകയും ചെയ്ത ആ അനുഗ്രഹത്തിന് ഓർത്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, നോമ്പ് നോക്കുന്നത്. അപ്പോൾ ശുക്രലില്ലാഹി തആല. കേട്ടോ, തങ്ങൾ പറഞ്ഞു നഹ്നു ഔലാ ബി മൂസ മിൻകും. നിങ്ങൾ മൂസാ നബിനെ ആദരിക്കുന്നതിനേക്കാളും നമ്മളാണ് ആദരിക്കാൻ ബന്ധപ്പെട്ടാണ്. ഇതിനാണ് 9 കൂടെ നോക്കാൻ പറഞ്ഞത്. ഇതേമാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലൊരു സമയത്ത് അള്ളാഹു തആല അയച്ചു വന്നിട്ട് നമുക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കൊണ്ടുവന്ന് അതിൽ ശുക്രായിക്കൊണ്ടാണ് ഈ മദ്ഹ നടത്തുന്നതെന്ന് ആര്? സുയൂത്തി അല്ല, ഇബ്നു അസ്കലാനി. ഇങ്ങനെ നോക്കുക. വഖദ് ജൂസിയ അബൂ ലഹബിൻ ബി തഖ്ഫീഫിൽ അദാബ് എന്ന യൗമൽ ഇസ്നൈൻ. അബൂ ലഹബ് ആരാന്നറിയാമോ? ആരാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാരേട്ടനാണ് അബൂ ലഹബ്. ഖുർആനിൽ തന്നെ എന്തായി ശാപം പറഞ്ഞിട്ടെല്ലാം തബ്ബത് യദാ അബീ ലഹബിൻ എന്ന കൊടിയ കാഫിറാണ്. തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത മൂത്താപ്പയാണ്. അബൂജഹലിന് ധൈര്യം പകരുന്നവരാണ് മൂത്താപ്പയാണ്. കുടുംബത്തിൽപ്പെട്ട ആളെന്നെ പിന്നെ മറ്റുള്ളവർക്ക് പറയാനില്ലല്ലോ. പക്ഷേ ഈ അബൂ ലഹബ് ഒരു ഗുണം ചെയ്തിട്ടുണ്ട് പോലും. എന്താണ്? ആമിന ബീവി പ്രസവിച്ച അന്ന് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറഞ്ഞ ഈ അബൂ ലഹബിൻ്റെ വെള്ളാട്ടിയാണ്. സുവൈബത്തുൽ അസ്ലമിയ വന്നിട്ടെന്ന് പറഞ്ഞ് നിങ്ങളെ അനിയൻ്റെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അബ്ദുല്ലാൻ്റെ ആമിന ബീവി പ്രസവിച്ചിട്ട് ആൺകുട്ടിയെന്ന് പറഞ്ഞു പറയാൻ പോയി. അയാൾക്ക് സന്തോഷാധിക്യത്താ സുവൈബത്തിന് എന്താക്കി ഇത്തിരി. അന്ന് ജനിച്ച് തങ്ങളാണെന്നൊന്നും അയാൾക്കറിയില്ല. ഇത്തിരി
ഇതിന് അള്ളാഹു തആല കൂലി കൊടുക്കുന്ന എല്ലാ തിങ്കളാഴ്ച ദിവസവും അയാൾക്ക് അദാബില്ലെന്നാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ സയസ്ലാ നാറൻ ദാത ലഹബിൻ എന്ന് പറഞ്ഞ അബൂ ലഹബിന് തിങ്കളാഴ്ച ദിവസം ഇല്ല, അദാബില്ല. അറിയോ? എന്താ പറയട്ടെ? എന്താ തങ്ങളെ വിലാദത്ത് കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ സുവൈബത്തിനെ അയാൾ എന്താക്കി? മോചിപ്പിച്ച് ഇത്തക്കാക്കി. മാത്രമല്ല വാന്നഹു യഖ്റുജു ലഹു മിൻ ബൈനി അസ്ബഅഇ മാഇ യശ്റബുഹു, അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ ഇടയിൽ നിന്ന് ആഴ്ചക്ക് ഒരിക്കൽ പാനീയം കിട്ടും, ഇങ്ങനെ വലിച്ചു കുടിച്ചാൽ. അതാ ഒഴിവാക്കുകയും ചെയ്ത് അത് കുടിക്കേണ്ട വെള്ളവും കൊടുക്കും. അതാ കമ അഖ്ബറ ബിഹിൽ അബ്ദാലിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫീ മനാമി റഅ ഫീ അബാ ലഹബിൻ. കേട്ടോ? വറഹിമല്ലാഹുൽ ഖായില, ഒരു പാട്ട് പാടി. അത് അബ്ബാസ് അല്ല, ഹാഫിദു ഷാം ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ നാസിർ. ഇതാണ് ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. വസബത എന്നല്ല, തബ്ബത്ത് എന്നാണ് വേണ്ടത്. അച്ചടിപ്പട വന്നു. അതാ ഖുർആനിൽ തന്നെ അദ്ദേഹത്തിനെ പറ്റി ആക്ഷേപവും ശാപവും വന്ന കാഫിറാണ് ആര്? അബൂ ലഹബ്. വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദ. പക്ഷേ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബി അഹ്മദ. അഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം കണ്ടെത്താക്കി. ആ സന്തോഷിച്ചതിന് വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ചയും അദാബിനെ അല്ലാഹു തആല ഒഴിവാക്കി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ചോദിക്കുന്നു ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, കഴിയുന്നത്ര ഇത്തിബായും ചെയ്യുന്നുണ്ട്, തൗഹീദ് മുറുകെ പിടിച്ചിട്ടുണ്ട്, കഴിയുന്നത്ര ഇബാദത്തും ചെയ്യുന്ന നമ്മളെ പോലത്തെ ആരോ. എന്നാൽ അബൂ ലഹബിന് കിട്ടിയ ആനുകൂല്യം നമുക്ക് കിട്ടൂല എന്ന് ആരാ നിങ്ങളോട് വന്നാൽ നിൽക്കുന്നു? പക്ഷെ തങ്ങളോട് ശത്രുത എന്ന് പറഞ്ഞാൽ ഹസദും തത്വതയും വെച്ച് പുലർത്തുന്നവർക്ക് ഇങ്ങനെ ചികിത്സയില്ല. ഇനി പോട്ടെ, നമുക്കുള്ള വിഷയം മുല കുടിക്കുമ്പോണ്ടായ അനുഭവങ്ങൾ അതിന് പറയുന്നു. ബാബും ഫീ ദിക്രി ശൈഇൻ മിനൽ ഖവാരിഖ് അല്ലതി ലഹറത് ഫീ സമനി റിളാഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടി സമയത്തുണ്ടായ കുറേ അനുഭവങ്ങളുടെ കുറച്ചേ പറയുന്നുള്ളൂ. ഒന്ന്, അവ്വലു മൻ അർളഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു. ആദ്യമായി മുല കൊടുത്തത് ഉമ്മ ആമിന ബീബി. അത് മർദ്ദം പറഞ്ഞു വർളഅത്ഹു ഉമ്മു അയ്യാമൻ സുമ്മ സുവൈബത്തുൽ അസ്ലമിയ്യ. പിന്നെ അടുത്താരാ? സുമ്മ സുവൈബത്തുൽ അസ്ലമിയ്യ. ആരാണ്? അബൂ ലഹബ് മോചിപ്പിച്ചു എന്ന് പറഞ്ഞ പെണ്ണുങ്ങളില്ലേ, ഓർ. അപ്പം അത് മുല കൊടുത്ത ഉമ്മയാണ്. അല്ലതി ആതഖഹീന ബശറതു ബി വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ ജന്മം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അബൂ ലഹബിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ ആ പെണ്ണുങ്ങളെ മോചിപ്പിച്ചിട്ടുണ്ട്. അതാണ്. അപ്പം രണ്ട്, വഖ്തലഫു ഫീ അന്നഹ അദ്റകത്തിൽ ബിസത വഅസ്ലമത അംലാ. ഈ സുവൈബത്തുൽ അസ്ലമിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി വന്ന കാലം ജീവിച്ചിരുന്നുവോ ഇല്ലയോ എന്നത് ഖിലാഫ്. അതിനെപ്പറ്റി നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് 40 കൊല്ലം കഴിഞ്ഞിട്ടല്ല ബേസത്ത് വരുന്നത്, അല്ലേ? അപ്പോൾ ആ കാലത്ത് മൂപ്പർ ഈ ബീബി ജീവിച്ചിട്ടുണ്ടായിരുന്നുവോ അല്ല ഇല്ലേ, അതിന് മുമ്പ് മരിച്ചു പോയിനോ, അതിനെപ്പറ്റി ഖിലാഫാണ്. അതവിടെ തീർന്നു. ഇനി പറയുന്നത് വകാന മിൻ ആദത്തിൽ അറബി ഇദാ വലിദ ലഹും മൗലൂദുൻ യൽതമിസുന ലഹു മുർദിയതൻ മിൻ ഗൈരി ഖബീലത്തിൻ. അറബികളൊരു ആദത്തുണ്ട്, നല്ല ആരോഗ്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് എന്താക്കും? മുല കുടിക്കാൻ വേണ്ടി പറഞ്ഞേക്കും. എന്നാൽ അവിടുത്തെ കാലാവസ്ഥ, ചുറ്റുപാട്, അവിടുത്തെ ഭാഷാ ശൈലി ഇതെല്ലാം എന്താക്കും? കുട്ടിക്ക് പകരും, നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കും. അങ്ങനെയുള്ള സ്വഭാവം എവിടെ ഉണ്ട്? അറബിയിലുണ്ട്. അത് അലിയക്കൂൻ അഞ്ചവലിൽ വലതി അഫ്സഹലഹു. ഭാഷയിൽ നല്ല ഫസഹത്തും കിട്ടും, കുട്ടിക്ക് നല്ല മിടുക്കനായി മാറും. അതിനാ മുല കുടി. അങ്ങനെ ഫജാഅ നിസ്വത്തും മിൻ ബനീ സഅദിൻ. ബനൂ സഅദ് ഗോത്രക്കാരിൽപ്പെട്ട കുറേ പെണ്ണുങ്ങന്മാരടുത്തേക്ക് വന്നില്ല മക്കയിലേക്ക്. എത്ര കിലോമീറ്റർ ഉണ്ട് പറഞ്ഞിട്ടെ? തായിഫും കഴിഞ്ഞിട്ട് പോകണം. റിയാദിലേക്ക് പോകുന്ന വഴി, തായിഫ് വഴി റിയാദിലേക്ക് പോകാൻ തായിഫിലേക്ക് എത്തേണ്ട 80 കിലോമീറ്റർ ഉണ്ട് മല കയറിയിട്ട്. അവിടെ നിന്ന് സുമാർ ഒരു 100 കിലോമീറ്റർ പിന്നെയും പോകണം അടുത്തേക്ക്. റിയാദിലേക്ക് പോകുന്ന വഴിക്കുന്ന് ഹയ്യു ബനീ സഅദ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക റൂട്ടുണ്ട്. അവിടെ ജനവാസമൊന്നുമില്ല.
ഒരു ഭാഗത്ത് കുറച്ച് പൊക്കമുള്ള മല ഉണ്ടാകും, താഴ്ഭാഗത്ത് ഇങ്ങനെ കൃഷിയിടങ്ങളുണ്ടാകും. നല്ല പച്ച പിടിച്ച ഭൂമിയാണ്, നല്ല സുലഭമായ വെള്ളമുണ്ട്. അങ്ങനെ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹലീമ ബീബി താമസിച്ച പുരയും പരിസരങ്ങളും ചുറ്റുപാടും അതിൻ്റെ അടിയിലെ ഫൗണ്ടേഷനിലേക്ക് ഇപ്പം കാണാം. തങ്ങൾ ആട്ടിനെ വയ്ക്കാൻ പോയ തോട്ടം ഇപ്പം ഉണ്ട്, സ്ഥലം. പക്ഷെ അവിടെ എന്താക്കി ബണ്ടാണ്ട് ഇഫ്രാത്തും തഫരീത്തും ആക്കുമ്പോൾ പോലീസുകാർ പിടിക്കും. ചെറുട്ട് പറഞ്ഞു കൊടുക്കുന്ന അമീറന്മാർ കുപ്പായം കഴിച്ചിട്ട് കടന്നൂരുള്ളണമെന്ന് പറഞ്ഞു കൊടുത്തു. ഇതെന്താക്കി ക്യാമറയിൽ പിടിച്ചപ്പം പോലീസുകാർ വന്നിട്ട് ബന്ധാക്കി. ഇപ്പം പോകാൻ വിടില്ല. നമ്മളും പോയി. അതിൻ്റെ പിറ്റേന്നാ ബന്ധു. നമ്മൾ പിന്നെ കുപ്പായം കേൾക്കാൻ നിന്നിട്ടില്ല. ആദരിച്ച് സലാത്ത് ചെല്ലി കുറച്ച് ഇതായിരുന്നു. ഇതാ കാണിച്ചു കൊടുക്കുന്നു. കുറേ ആൾ കുപ്പായം വിരിച്ച് ഇവിടെ ഉരുളുക. ഈ വേണ്ടാത്ത ചെയ്താൽ എന്താക്കും, മറ്റുള്ളവർക്ക് ശല്യം ചെയ്തില്ലേ. തങ്ങളെ നെഞ്ഞ് കയറിയ കല്ല് അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ വേലിക്കെട്ട് കെട്ടിയിട്ട് പുറത്തുനിന്ന് കല്ല് കാണാം. അതിനെ നമ്മൾ കടത്തിയിട്ടാന്ന് എന്താക്കിയ മലായിക്കത്ത് വന്നിട്ട് നെഞ്ഞ് കയറി എന്ന് പറഞ്ഞില്ലേ, അത് കുറേ ഓടണം. 210 കിലോമീറ്ററായി. തണുപ്പ് എന്ന് പറഞ്ഞാൽ സുബ്ഹാന ജല്ല ജലാലു. പള്ളിയിൽ നിന്ന് കൊടുക്കാനൊന്നും കഴിയില്ല. കാരണം 85 കിലോമീറ്റർ മുകളിലേക്ക് മല കയറിപ്പോയില്ലേ. പള്ളിയിൽ കയറുമ്പോൾ കയറണം. അത് ഇപ്പം പുതിയ റൂട്ടുണ്ട് അടുത്തേക്ക്, തായിഫിലേക്ക്. മറ്റേത് സെയില് എന്ന് പറഞ്ഞിട്ട് ജെറാനത്തിൽ കൂടി പോകുന്ന വഴി. അത് ഇത്ര മല കയറണ്ട. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതന്നെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയ വഴിയെന്ന്. അല്ല ഉസ്താദേ, ഇതിപ്പം കൊത്തിയുണ്ടാക്കി വയ്യാന്ന് നിങ്ങൾക്ക് കാണുന്നില്ലേ. അക്കാലത്ത് ഇവിടെ മലയാണ്, പാറക്കെട്ട്, ഭയങ്കര പാറക്കെട്ട്. തങ്ങൾ പോയത് സെയിലി. അവിടെ തിരിച്ചു വരുമ്പോൾ എന്താക്കും, ജെറാനത്ത് കിട്ടും. അതായത് കർണുൽ മനാസിൽ എന്ന മീക്കാത്തുണ്ടല്ലോ, ഹെറാൻ കിട്ടുന്ന ആ മീക്കാത്തിൽ കൂടി വന്നിട്ട് സെയിലി വഴിക്ക് ജെറാനത്തിലേക്ക് എത്തും. അത് ഇത്ര വലിയ മലയില്ല. പക്ഷേ ഇപ്പം ഹൈവേ ഉണ്ടാക്കിയ രീതിയിലാണ്. കയറ്റം കയറുമ്പോൾ ഇങ്ങനെയല്ലേ പോകുന്നത്. ചെവിയിലെല്ലാം ക്ഷീണാക്കുന്നുണ്ടാവും, തണുപ്പ് കയറിയിട്ട്. അല്ല, മുല ഓടിക്കാന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. വേറെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മുല ഓടിക്കാൻ വേറെ കേൾപ്പിക്കാന്ന് ഖുർആനിൽ തന്നെ ഇല്ലേ. മുലകൂടി ബന്ധം എന്നുള്ളത് ഫിഖിൽ പ്രധാനപ്പെട്ടൊരു ബന്ധമാണല്ലോ. എത്ര വട്ടം കുടിക്കണം, ആര് കുടിക്കണം, കുട്ടിക്ക് എത്ര പ്രായം വേണം, ഉമ്മാക്ക് എത്ര പ്രായം വേണം, എല്ലാം ഫിഖിൽ ചർച്ചയില്ലേ. എനിക്ക് കുടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണ്? ഈ മുലകൂടി ബന്ധം കൊണ്ട് ആരെല്ലാം ഉപ്പയാകും, ആരെല്ലാം ഉമ്മയാകും, ആരെല്ലാം സഹോദരന്മാരാകും, എന്നെല്ലാം ഫിഖിലുണ്ടല്ലോ. അപ്പോൾ ബനൂ സഅദ് ഗോത്രക്കാരപ്പെട്ട കുറേ പെണ്ണുങ്ങന്മാർ മക്കയിലേക്ക് പുറപ്പെട്ടു. എന്തിന്? യൽതമിസൂന റുളഅ, മുല കുടിക്കുന്ന കുട്ടികളെ തേടിപ്പിടിക്കലോ. പക്ഷെ അവർക്കുന്നുണ്ട് ചിലവ് കഴിയാനുള്ള വയ്യ. നന്നായി പോറ്റി വളർത്തി കൊടുത്താൽ എന്താക്കും, കുടുംബക്കാരെ വെക്കുന്നത് നല്ല പൈസ കിട്ടും പോറ്റി കൊടുത്താൽ. അപ്പോൾ ഹലീമ ബീബിക്ക് ഭയങ്കര ദാരിദ്ര്യവും ക്ഷാമവും ദിവസങ്ങൾക്കപ്പം ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. ഒന്നിച്ച് പുറപ്പെട്ട ഈ വാഹനം ഒന്ന് കഴുതാൻ പുറത്ത് വന്നിട്ട് അത് മറ്റൊരാളെയും കൂടി വഹിക്കാൻ കഴിയാത്തത് കൊണ്ട് കഴുതി അടക്കം നടത്തലാണ്. അപ്പം എന്താ പുറപ്പെട്ട ഹലീമ ബീബി ഇങ്ങെത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ വന്നിട്ട് എനിക്ക് മുല കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞാൽ ഹലീമ ബീബിക്ക് ആരെങ്കിലും കൊടുക്കുമോ? ഈ പെണ്ണുങ്ങളാണ്, ഈ മരിക്കാനായി പെണ്ണുങ്ങൾ മുല കൊടുത്തിട്ട് എന്താ കിട്ടുന്നുണ്ട്? അപ്പോൾ ഹലീമ ബീബിനെ എല്ലാവരും മടക്കുന്നു. അവസാനം എന്താ, ഒന്നിനെയും വാങ്ങാണ്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ ഇവിടെ എത്തി മക്കളാണ്, ഇവിടെ ദാരിദ്ര്യമാണ്, നിങ്ങൾക്ക് കുഞ്ഞിന് പണയും കൊടുത്തോ. അപ്പോൾ പൈസ കിട്ടില്ല എന്നിട്ട് മറ്റുള്ളവരെല്ലാം മടങ്ങിപ്പോയി. അപ്പോൾ ഒരു ഭാഗത്തിൽ കൂടി ഹലീമ ബീബിനെ അവഗണിച്ചു, മറ്റൊരു ഭാഗത്ത് എന്താക്കുന്നത് കുഞ്ഞുങ്ങളെ അവഗണിച്ചു. അത് മനസ്സിലായ? അതാ വമഅഹും ഹലീമത്തു സഅദിയ്യ, ആ പുറപ്പെട്ട പെണ്ണുങ്ങളെ കൂട്ടത്തിലാണ് ഹലീമ ബീബി ഉണ്ടായത്. ഫകുല്ലു ഇംറഅത്തിൻ അഖദത് റളിഅൻ, എല്ലാവർക്കും ഓരോ കുഞ്ഞുങ്ങളെ കിട്ടി. ഇല്ല ഹലീമക്ക് കിട്ടിയിട്ടില്ല. ഇല്ല ഹലീമ. ഇതാണ് പെണ്ണുങ്ങളെ നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ചൊരു ദിവസം കൊണ്ട് വളയിട്ടുണ്ടാവും. ഈ പെണ്ണുങ്ങൾ മുല കൊടുത്താൽ കുഞ്ഞിക്ക് മുല കിട്ടുമോ? കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മടക്കും. പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് പൈസ കിട്ടുമോ? അബ്ദുൽ മുത്തലിബ് വളരെ എളിയ ജീവിതം നയിക്കുന്ന ആളാണ്, വെള്ളമെല്ലാം ധർമ്മം ചെയ്തിട്ട്. അപ്പോൾ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ കുഞ്ഞിനെ വാങ്ങാണ്ട് പോയി ചെയ്തു. സതിയില്ലേ? കാലത്ത് ഇനി ഹലീമ ബീബിയെ സംസാരിക്കുന്നു. കാലത്ത് ഹലീമ ഫമാ മിൻ ഇംറാത്തുൻ ഇല്ലാ വഖദ ഉരിള അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കൂട്ടത്തിൽ വന്ന എല്ലാ പെണ്ണുങ്ങന്മാരോടും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിരുന്നു ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. പക്ഷേ ഫതഅബാഹു, അവർ അവഗണിച്ചു. ഇദാ ഖീല ലഹ യതീമുൻ, ഈ കുഞ്ഞ് യതീമാണ് എന്നുണ്ടാകും എല്ലാം സംഗതി തുറന്നു പറഞ്ഞപ്പോൾ അയ്യോ നമുക്ക് വേണ്ട. പക്ഷെ അവർക്ക് ഭാഗ്യമില്ല. ഗർഭസ്ഥ ശിശുവായ കാലത്ത് 2 മാസം മുമ്പേ റജബ് മാസം റമദാൻ മാസം ഉപ്പ വെച്ചല്ലോ. യതീമാന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട. അങ്ങനെ ഫലമ്മ അജ്മഅന അൽ ഇന്ദിലാഖ, ഇനി ഏതായാലും ഹലീമ ബീബി കുഞ്ഞുങ്ങളെ കിട്ടുന്നുമില്ല. എന്താകുന്നത് ഭർത്താവിനോട് പറഞ്ഞു നമുക്കൊന്ന് മടങ്ങാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നിട്ട് വെറുങ്കയ്യോടെ മടങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ല. എന്തെങ്കിലും ഒന്നില്ലാണ്ട് എന്നാൽ പിന്നെ എല്ലാവരും അവഗണിച്ചല്ലേ നബി സല്ലല്ലാഹു ആടെ പോയിട്ട് നമുക്ക് മകിച്ചു പോകണം. അപ്പോൾ സഅദിയെന്ന് അസംന അലൈഹി ഖുൽതു ലി സാഹിബി, എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു വല്ലാഹി ഇന്നി ലഅക്റഹു അൻ അർജിഅ മിൻ ബൈനി സവാഹിബി, എൻ്റെ കൂടത്തിൽ വന്ന എല്ലാവരുടെയിലും ഫലം മാഹുദ് റളിയൻ, ഒരു കുഞ്ഞിനില്ലാതെ വെറുങ്കയ്യോടെ മടങ്ങാന്നുള്ളത് എനിക്ക് തീരെ മനസ്സിൽ നിൽക്കുന്നില്ല കേട്ടോ. വല്ലാഹി ലഅദ്ഹബന്ന ഇലാ ദാലിക്, ഏതായാലും ആമിന ബീബിയുടെ അടുത്തേക്ക് പോകാം. പിന്നെ ഫല അഖദന്നഹു, നമ്മൾ അതിനെ വാങ്ങാം. അപ്പോൾ കാല ലാ ബഅസ അലൈക, എന്താ എന്നാൽ പിന്നെ അത് ഞാൻ എതിരൊന്നും പറയുന്നില്ല, നല്ലത് തന്നെയെന്ന് അത് ഭർത്താവ് സമ്മതിച്ചു. അസല്ലാഹു യജഅല ലനാ ഫീഹി ബറക്ക, അതിൽ അല്ലാഹു തആല എന്താകും നമുക്ക് ബറക്കത്ത് കണക്കാക്കിയിട്ടുണ്ടാവും. കൊണ്ട് പോകാം, പൈസ കിട്ടലും നോക്കണ്ട. ഇനി ഫദഹബതു ഇലൈഹി ഫഅഖദതുഹു, അങ്ങനെ എന്താക്കി ആമിന ബീബിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുഞ്ഞിനെ വാങ്ങി. ഖാലത്ത് ഫസ്തഖബലനി അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവിടെ ഉണ്ട് ഹാജറുണ്ട്. എന്നോട് ചോദിച്ചു ഫഖാല മൻ അൻതി, നിങ്ങൾ ആരാന്ന് നിങ്ങൾ പരിചയപ്പെടണ്ടേ. ഇപ്പോൾ കൊൽത്തു ഇമ്രാത്തും ബി ബനി സഅദ്, ബനു സഅദ് ഗോത്രകാലപ്പെട്ട ഒരു പെണ്ണാണ്. ഫഖാല മസ്മുക്കി, എന്താ പേര്. ഫഖൽതു ഹലീമ എന്ന് പറഞ്ഞു. അപ്പോൾ തബസ്സമ അബ്ദുൽ മുത്തലിബ്, നല്ല ചിരിയാ വരുന്നത്. എന്താ കാല ബഹിൻ ബഹിൻ സഅദ് ഹിൽമ്, 2 സ്പുട്ടുണ്ട്. ഒന്ന് ഗോത്രത്തിൻ്റെ ബനു സഅദാണ്, സഅദ് വിജയം. സ്വഭാവം എന്താണ് ഹലീമ, സഹന ശക്തിയുള്ള പെണ്ണുങ്ങൾ എന്നാണ്. അപ്പോൾ ഹിൽമും സഅദും 2 ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഹസലത്താനി ഫിഹിമ ഖൈറുദ്ദഹ്, കാലാകാലമുള്ള എല്ലാ ഖൈറും അടങ്ങിയ 2 പുഷ്പമായിരിക്കും ഹലീമ. യാ ഹലീമ, ഹലീമ കേൾക്കണോ, ഇന്ന എൻ്റെ ഗുലാമ യതീമൻ, എൻ്റെ അടുക്കലുള്ള കുട്ടിയാരാന്ന് യതീമായ കുട്ടിയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ വലിയ പൈസയൊന്നും കിട്ടൂല, എല്ലാം തുറന്നു പറയണമല്ലോ. വഖദ് അർറൽതു അലാ നിസായി ബനി സഅദിൽ നിന്ന് കുറേ പെണ്ണുങ്ങൾ വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു, അവരാരും സ്വീകരിക്കാതെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഫഅബൈന അൻ യഖ്ബൽന വഖുൽന മാ ഇൻദൽ യതീമ മിനൽ ഖൈർ, യതീമിനെ വളർത്തിയോണ്ട് നമുക്കൊരു ഖൈറും കിട്ടുമല്ലോ, രക്ഷിതാക്കളില്ലല്ലോ. ഇന്നമാ നൽതമിസുൽ കറാമത മിനൽ ആബാ, ആബായിൻ്റെ വാക്കാൽ നിന്ന് പല സമ്മാനവും ഗിഫ്റ്റും കിട്ടാനാ പണിക്ക് കിട്ടുന്നത്, അവരൊന്നും കിട്ടൂലല്ലോ. ഫഹല്ലകാൻ തുർദിഇഹി, എന്തിനാ ഹലീമ ബിയോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുല കൊടുക്കാൻ കഴിയുമോ. ഫഅസാൻ തസ്അദി ബിഹി, ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം കിട്ടിയേക്കാം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞ് അലാ തദറുനി ഹത്താ ഉശാവറ സഹ, എൻ്റെ ഭർത്താവിനോട് മുശാവറ ചെയ്തിട്ട് ഞാൻ പറയാം, അത് ഒരു മര്യാദയാണല്ലോ. കാല, എന്നാൽ പോയിക്കട്ടെ, ഭർത്താവിനെ കണ്ടിട്ട് വന്ന് ചോദിച്ചോ. കാല ബല. ഫൻസറഫ്തു ഇലാ സാഹിബി, അതിലേക്ക് ഭർത്താവിലേക്ക് പോയിട്ട് ഫഅഖ്ബർതുഹു, ആ വിഷയം പറഞ്ഞ്. ഫകാനല്ലാഹു ഖദഫ ഫീ ഖൽബിഹി ഫറഹം വസുറ, കേൾക്കുമ്പോൾ കന്നെന്താക്കി ഭർത്താവിൻ്റെ കൽബിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷാധിക്യം. ഫഖാല ലി യാ ഹലീമ ഖുദി, ഹലീമ ആ കുഞ്ഞിനെ വാങ്ങിക്കൊന്നു കേട്ടോ. ഫറജഅതു ഇലാ അബ്ദുൽ മുത്തലിബിലേക്ക് മടങ്ങിപ്പോയിട്ട് ഫവജത്തുഹു ഖായിദൻ യൻതളിറുനി, അബ്ദുൽ മുത്തലിബ് അവിടെ ഇരുന്നിട്ട് എന്നെ കാക്കിയെന്ന് മറുപടി കിട്ടാൻ മതി. ഫഖുൽതു, ഞാൻ പറഞ്ഞ ഹലുമ്മ സബിയ, എന്നാൽ കുഞ്ഞിനെ എനിക്ക് തന്നു. ഫസ്തഹല്ല വജുഹുഹു ഫറഹൻ, അപ്പോൾ അബ്ദുൽ മുത്തലിബിന് വലിയ സന്തോഷമായി. അവഗണിക്കപ്പെട്ട ഒരു സ്ഥാനത്തല്ലേ ഒരാൾ വന്നിട്ട് വാങ്ങുന്നു. ഫഅഖദനി, എന്നെ കൂട്ടിയിട്ട് വാദഖലനെ ബൈത ആമിന ബീബി റളിയല്ലാഹു അൻഹ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഫഖാലത് ലി അഹ്ലൻ വസഹല, ആമിന ബീബി എന്ന് പറഞ്ഞു അഹ്ലൻ വസഹല, സ്വാഗതത്തിൻ്റെ വാക്കാണല്ലോ. വാദഖലതനി ഫിൽ ബൈത്തില്ലദി ഫീഹി സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഫൈദാ ഹുവ
മൂദ്റജും ഫീ സൗബി സോഫിൻ അബീദ മിനൽ ലബൻ, നല്ല വെളുത്ത ഒരു കമ്പിളിയുടെ വിരിപ്പിൽ തങ്ങൾ കിടക്കുന്നുണ്ട്. വ തഹത്തഹു ഹരീറത്തുൻ ഖളാ, പട്ട് പച്ച വിരിച്ചിട്ടുണ്ട്. റാക്കിദുൻ അലൈഹാ ലാ കഫ, മലർന്ന് കിടക്കുകയാണ്. കുഞ്ഞിനെ കിടത്താൻ പറയുന്നു. യഗിത്തു, അതിങ്ങനെ ഇങ്ങനെ ഉറങ്ങുന്ന ശ്വാസയിക്കലുണ്ട്. അത് തഫോഹ മിൻ റാഹിയത്തുൽ മിസ്, കസ്തൂരിയുടെ മണം ഇങ്ങനെ അടിച്ചു വീശുന്നു. ഫഅശ്ഫഖതു ഐ ഖിഫ്ത അൻ നൂഖിദഹു മിൻ നൗമിഹി, എന്നാൽ കുട്ടിനെ ഉണർത്താൻ എനിക്ക് വല്ലാത്തൊരു പേടി. നല്ല ഉറക്കത്തിലല്ലേ ഉള്ളത്, എങ്ങനെ വിളിച്ചുണർത്തും എന്ന് പേടിച്ച്. ഏതായാലും ഫവളഅതു യദി അലാ സദ്രി, എൻ്റെ കൈ എന്താക്കി നെഞ്ഞിമ വെച്ചപ്പം കുട്ടി ഞെട്ടിയിട്ട് ഫതബസ്സമ ളാഹികൻ, ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. വഫതഹ ഇലൈഹി ഇലയ്യ, എന്നെ കൊണ്ട് കണ്ണും തുറന്ന്. ഫഖറജ മിൻഹുമാ നൂറുൻ ഹത്താ ദഖല അനാന സമാ, ആ കണ്ണിൽ നിന്ന് ഒരു പ്രകാശരശ്മി അടുക്കുകയാണ്, ആകാശത്തിലേക്ക് ഉയർന്നമായി തോന്നുന്നത്. വാന അന്ദുറു ഫഖബ്ബൽതുഹു, ആ പ്രകാശം ഞാൻ കാണുന്നുണ്ട്. ഞാൻ എന്താക്കി, രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ചുംബനം ചെയ്ത് വഹമൽതുഹു, കുഞ്ഞിനെ വാങ്ങി. വമാ ഹമലനി അലാ അഖദിഹി ഫി ഇബ്തിദാഇൽ അംരി ഇലാ അന്നി ലം അജിദ് ഗൈറഹു, തുടക്കത്തിൽ ആരെയും കിട്ടാതെ കണ്ട് വെറും കയ്യാലെ മടങ്ങുന്നത് മടിച്ചിട്ടാണ് കുഞ്ഞിനടുത്ത് പോയത്. കെട്ടി നോക്കുമ്പോൾ ഇത് ആദ്യം തന്നെ കിട്ടണമായിരുന്നു തോന്നുന്നു. ആദ്യം തന്നെ രംഗത്തിൽ വെറും കയ്യോടെ മടങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വെച്ചാണ്ടാ പോയത്. വൈല്ല ഫമാ ദക്കറ മിൻ ഔസാഫിഹി മുഖ്തദിൽ അഖദി, അല്ല ഈ പറയപ്പെട്ട ഔസാഫ് കണ്ടു നോക്കുമ്പോൾ ഇത് തന്നെയാണ് വാങ്ങേണ്ടത് എന്ന സ്ഥലത്തേക്ക് എത്തി. വഫീ ശറഹി സുർഖാനി അലൽ മവാഹിബ്, അതാ മവാഹിബ് എന്ന് പറഞ്ഞാൽ മവാഹിബുൽ ലദുന്നി എന്നൊരു കിതാബാണ്. അത് ഇമാം ഖസ്സലാനി ഇമാമിൻ്റെ, അത് തങ്ങളുടെ മദ്ഹബ് പറയുന്ന കിതാബ്. അതിൻ്റെ സുർഖാനി എന്നൊരു 8 വോളിയം 5 ശറഹുണ്ട്, അതാ സുർഖാനി. അതിൽ പറയുന്നു അന്നഹ ലമ്മ ദഖലത്ത് അലൈഹി സമിഅ ജദ്ദുഹു ഹാത്തിഫൻ, ഈ കുഞ്ഞിനെ വാങ്ങാൻ ആര് പോയി, ഹലീമ ബീബി എന്നല്ലോ. അബ്ദുൽ മുത്തലിബുണ്ട് ഒരു പാട്ട് കേൾക്കുന്നു. എന്താ പാട്ട്? ഇന്ന ബിന ആമിനതൽ അമീന മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൽ ലനാ വ ഖൈറുൽ ലനാമി വ ഖൈറത്തുൽ അഖ്യാലി. ചുരുക്കം എന്താണ്? ആമിന പ്രസവിച്ച ആ കുട്ടിയതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവരാകുന്നു, നല്ലവരിൽ നല്ലവരായവരാകുന്നു എന്നാണ് പാട്ടിൻ്റെ ചുരുക്കം. മാ ഇൻ ലഹു ഗൈറുൽ ഹലീമതി മുർളിഉൻ നിഅമൽ അമീനതു ഹിയ അൻഹിയ അലൽ അബ്റാരി. ഹലീമ അല്ലാത്ത ആരും മുല കൊടുക്കാൻ അതിനെ പറ്റിയാണില്ല. ഹലീമൊക്കെ തന്നെ കിട്ടേണ്ടത്. എന്തുകൊണ്ട്? ഹലീമ ആരാണ്? അമീനത്താണ്. അത് നല്ല ആളുകൾക്ക് ഹലീമനെ പോലത്തെ ആളെ തന്നെ കിട്ടണം മുല കൊടുക്കാൻ. മഅ്മൂനത്തും മിൻ കുല്ലി ഐബിൻ ഫാഹിഷിൻ വനഖിയത്തിൽ അസ്വാബി വൽ ഔസാരി. വസ്ത്രവും സ്വഭാവവും എല്ലാം ശുദ്ധിയുള്ള പെണ്ണുങ്ങളാണ്. ഒരൊറ്റ ഐബും അവരെ പറ്റി പറയാനില്ല. അതുകൊണ്ട് ലാ തുസ്ലിമൻ ഇലാ സിവാഹ ഇന്നഹു അംറുൻ വഹികമുൻ മിൻ ജാഅ മിൻ ജബ്ബാരി. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് ഹലീമ ബീബിക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് മറ്റൊരാളെ കൈവച്ചത് അതുകൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് വലിയ സന്തോഷമായി. ഇതുപോട്ടെ കാലത്ത് ഹലീമ ബീബി പറയുന്നു, സുമ്മ അത്തൈത്തു സദിയൽ ഐമൻ, ഞാൻ വലത്തെ മുല കൊടുത്തപ്പോൾ ഫാക്കുബല അലൈഹി ബിമാ ഷാഅ മിൻ ലബൻ, ഇഷ്ടം പോലെ പാല് കുടിച്ച്. സുമ്മ ഹബ്ബൽ തുഹിലൽ ഐസർ, ഇടഭാഗത്തേക്ക് എത്തിയപ്പോൾ ഫാബ, ഞങ്ങൾ കുടിക്കുന്നില്ല. അവിടെ തന്നെ കണ്ട എന്തുകൊണ്ടാണ്? വേറൊരു കുട്ടിയുണ്ട്, അപ്പം മുഴുവനും ഞാൻ കുടിച്ചാൽ കുട്ടിക്കില്ല, അപ്പം എനിക്കിലാവൂലേ? അതാണ് അള്ളാഹു തആല തോന്നിപ്പിച്ചത്. അല്ലെ കുഞ്ഞാമുസ്ലാർ പറഞ്ഞേ, പാലിലും മുല കൂറി തിരിത്തവരോ പാതിക്കീറി മതി മോദി ചേർത്തവരോ. കണ്ടാ? പാദം വേലയിൽ കേണ മുഹമ്മദിന കണ്ട് കണ്ണുകൊളുർപ്പതുമേതൊരു നാൾ. കുഞ്ഞാമുസ്ലാറിൻ്റെയൊക്കെ മതിയുണ്ട്. പാലിലും മുലക്കൂറ്, പാല് കുടിക്കുന്ന കാലത്ത് മുലയിലുള്ള കൂറ് കാണിച്ചു അവർക്ക് സഹോദരനി. പാലിലും മുലക്കൂറ് തിരിത്തവരോ പാതി കീറി മതി എന്ന് വെച്ചാൽ ചന്ദ്രനെ നടുക്കെട്ടി കീറി. മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രനർത്ഥം. പാതി കീറി മതി മുറിച്ചേർത്തവരോ. പാദം പദസക്കാലി
ബേലയിൽ കേണ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നിസ്കരിച്ചിട്ട് കാലിനെന്താക്കി ഹത്തസ്തക്കത്ത് കഥമ ഹൊല്ലുറ മിമ്പറമി എന്ന് പറഞ്ഞു. ആ നീര് വെച്ച് കാലിൽ വിഷമം തോന്നിയിട്ട് അന്യായം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള മുഹമ്മദിനെ കണ്ണ് കുളിർപ്പത് ഏതൊരു നാൾ, എല്ലാത്തിനും ലാസ്റ്റ് ഉണ്ടാകും. കണ്ണ് കുളിർപ്പത് ഏതൊരു നാൾ. നൂൽമത് പാടാൻ പഠിക്കണം. പണ്ട് തളിപ്പറമ്പിൽ കാണാൻ പാടുള്ള അക്ഷയോ ഉണ്ടല്ലോ, എല്ലാവരും മരിച്ചുപോയി. ഏറ്റവും നല്ല രസമുണ്ട്. അമ്മനിക്കറിഞ്ഞില്ലേ, കുട്ടുക്കൻ്റെ അടുത്ത പോരാ എടാ സൈതാറുള്ള മിന്നില്ല പൊളിഞ്ഞു പോയി. അതിൻ്റെ മോളുണ്ട് റബിയുൽ ലെവൽ 12 രാവ് ആൾ വളഞ്ഞു കൂടിയിട്ട് മധുഹോദലി നമ്മ അന്ന് ഇവൻ്റെ അത്ര ഉണ്ടാവും. പഠിച്ചോണ്ട് ഞാൻ കുറച്ച് വലിയ ആളെങ്കിൽ എന്നെ മോല് രീതിയിൽ ഇരിക്കാൻ വിളിക്കുമല്ലോ എന്ന് എനിക്ക് ആശിച്ചു വരും. വിളിച്ചിട്ടില്ലെങ്കിൽ എന്താക്കി മെല്ലെ പതുക്കെ പറയാം പയ്യെ എന്ന് പറഞ്ഞാൽ മതി. കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അഭിമുഖമായിട്ട് വലിയൊരു ഭാഷന്മാരെ നേരാ പുലിക്കാട്ട പോക്കരിക്കലുണ്ട്. മറ്റേ അവിടെ നിന്ന് വെച്ച ഒരാളില്ലേ ഫിലാൻ്റെ ലസനാജി എന്നെല്ലാം പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. വലിയ അതിശയാണ്. അപ്പോൾ ഒരാൾ പാടിക്കൊടുക്കും, അന്ന് പുണ്യത്തലം വിട്ട് മന്നവൻ ഒമിയലാതമ വിട്ടതാൽ കണ്ണുനീരൊളുകിത്ത തൗബ കബൂലതും നബി മൂലമേ എന്നാക്കിയിട്ട് അതിൽ ഒരിക്കലും പാടിക്കൊടുക്കും. മുഖത്തമുണ്ടാകുമല്ലോ. എന്താ പറയുന്നത്? പുണ്യത്തലം സ്വർഗം, പുണ്യത്തലം വിട്ട് മന്നവൻ പുവിയിൽ ഭൂമിയിൽ ആദമ ഇട്ടതാൽ കണ്ണുനീരൊളുകിത്ത തൗബ കബൂലതും നബി മൂലമേ ദണ്ണനോഹി നബി മരക്കലം തങ്കി വിത്ത മുഹമ്മദ മണ്ണിലാകുമ്പോ ചണ്ടുകാമതിൽ അന്നസീബലിക്കില്ലയോ നമ്മളൊക്കെ എല്ലാവരും കൂടെ ഏറ്റുപാടും. മുഹമ്മദാന്ന് പറയുമ്പോൾ എല്ലാവരും സ്വലാത്തില്ല. അന്ന് കേട്ട് കാണപ്പാടൊക്കെ വിത്താണ്. അങ്ങനെ തങ്ങളെ ഒരേ മുജ്തത്തിങ്ങിലെണ്ണും. നൂഹ് അലൈഹി സ്വലാമിൻ്റെ കപ്പൽ മുങ്ങിപ്പോവാതെ കണ്ട് രക്ഷപ്പെടുത്തത് തങ്ങളെ മെജത്തായിരുന്നു എന്ന് പറഞ്ഞത്. എന്തൊരു ആശിക്കാന്നറിയാം അരി കുഞ്ഞായ മുസ്ലിയാർ. പോട്ട് ഇടത്തെ പോലെ കുടിച്ചില്ല. വക്കാനത്തിൽ ഹാലുഹു ബഅദു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കാലം മുഴുവൻ അങ്ങനെ തന്നെ. 2 കൊല്ലത്തോളം മുല കൊടുത്തില്ലേ. ഖാല അഹ്ലുൽ ഇൽമി. ഈ സംഭവത്തിനെ പറ്റി ഇൽമിൻ്റെ ഹരികാറ് പറയുന്നത് അല്ലമഹുല്ലാഹു തആല അന്നലഹു ശരീക്കൻ, എനിക്ക് ഈ ഉമ്മാനെ മല കുടിക്കാൻ ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്. ഫഅദല, അങ്ങനെ നീതി പുലർത്തിയതാണെന്ന്. ഇതാണ് പാലിയലും മൂലക്കൂറ് തിരിത്തവരോ പതിക്കേറി മതി മുറി ചേർത്തവരോ മാതം വേലയിൽ കേണ മുഹമ്മദിന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വഫീ റിവായത്തിൽ അന്ന അഹദ സദിയൈ ഹലീമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മുലയിൽ പാലുണ്ടാവില്ല. കാന ലാ യുദ്ദുൽ ലബന, പാല് വരാറില്ല. അങ്ങനെ ഫവളഅതു ഫീ ഫമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വായിൽ വെച്ചപ്പോൾ ദർറൽ ലബനി മിൻഹു, അത് പാലുള്ളതായി മാറി. ഖാലത്ത്, എന്നിട്ട് പറയുന്നു വശരിബ അഖൂഹു മഅഹു, ഒലവടിയുള്ള ഹലിമ ബീവിൻ്റെ മോനുണ്ടല്ലോ, ആ സഹോദരനും കുടിച്ചു. ഹത്താ റബിയ സുമ്മനാമ, വയറ് നിറച്ച് പിന്നെ ഉറങ്ങി. എന്നാൽ മുമ്പെന്തായിരുന്നു? വമാക്കുന്ന നനാമു മഹു കബുലദാലിക്, അതിൻ്റെ മുമ്പ് രാത്രി ഉറങ്ങലേ ഇല്ലാത്തോട്ട് കുട്ടി കരിഞ്ഞ് നേരം വെളുപ്പിക്കലാണ്. എന്തുകൊണ്ട്? വിശന്നിട്ടാ കരിയുന്നു. അയിൽ യദമി നോമിഹി മിനൽ ജൂഅ്, വിശപ്പിനാൽ ഉറക്കില്ല. ഖാലത്ത്, ഹലീമ ബീബി പറയുന്നു വഖാമ സൗജി ഇലാ ഷാരിഫിന, എൻ്റെ ഭർത്താവ് ആട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ഫൈദാ ഹിയ ഹാഫിലുൻ, അകിട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് പാല് കൊണ്ട്. അത് മുംതലിഉൽ മിനൽ ലബനി ഫഹലബ മിൻഹാ മാ ശരിബ വശരിബതു ഹത്താ തഹൈന. എന്തായി? നമ്മൾ അതിൽ നിന്ന് കുടിച്ച് നമ്മളെ വിശപ്പ് മാറി. നമ്മളെത്തി ദയ്യൻ വശിബഅൻ, വിശപ്പ് മാറിക്കൊണ്ടും ദാഹം തീർത്തവരായിക്കൊണ്ടാണ് പോയത്. യഖൂലു സാഹിബി, എൻ്റെ ഭർത്താവ് പറയുകയാണ് ഹീന അസ്ബഹന, രാവിലെ, വല്ലാഹി യാ ഹലീമ ലഖദ് അഖദ്നാ നസമത്തൻ മുബാറക. ഹലീമ, നമുക്ക് കിട്ടിയ കുട്ടി വളരെ അനുഗ്രഹീതരായ കുട്ടിയാണ്, നമുക്ക് വലിയ സൗഭാഗ്യം കിട്ടിപ്പോയ ഹലീമ എന്ന് ഭർത്താവ് പറയും.
ഇപ്പോൾ കൊളുത്തു ഞാൻ പറഞ്ഞ് വല്ലാഹി ഇന്നി ലാ അർജു ദാലിക, അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. കണ്ടാ സുമ്മ ഖറജ്ന, ഇനിയിപ്പോൾ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. വറക്കിബത്തു അതാനി, എൻ്റെ ആ കഴുതപ്പുറത്ത് ഞാൻ കയറി. വരുമ്പോൾ കയറാനുള്ള ആഫിയത്തില്ലാത്തതുകൊണ്ട് നടന്നിട്ടാവും നിന്ന. കാരണം ആ പാവപ്പെട്ട ജീവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. 200 കിലോമീറ്റർ സഞ്ചരിക്കണം. മറ്റേ അത്താന് എന്ന് പറഞ്ഞാൽ പങ്കെഴുതാൻ നിൽക്കല്ല. വഹമൽതുഹു മഅി അലൈഹ, കുഞ്ഞിനെ വഹിച്ചിട്ടുണ്ട്. ഫവല്ലാഹി ഇന്ന ഖതഅതു ബിർറക്ബി മാ യഖ്ദുറു അലാ മുറാഫഖതിഹാ ശൈഉൻ, അതിൻ്റെ ഓട്ടത്തിൻ്റെ ആഫിയത്ത് കണ്ടിട്ട് മറ്റൊരാൾക്ക് അത് മറികടക്കാൻ കഴിയുന്നില്ല. വരുമ്പം ആടിപ്പാടി വന്നിട്ട് എന്താക്കി വൈകിട്ട് എത്തുന്നു. ഇപ്പോഴോ നേരത്തെ അങ്ങോട്ടേക്ക് പോകുമ്പം സ്പീഡും. അതാ ഹത്താ ഇന്ന സവാഹിബി യഖുൽനലി, എൻ്റെ കൂട്ടുകാർ പെണ്ണുങ്ങൾ പറയുന്നത് യാ ബിൻത അബീ ദുഐബിൻ വൈഹക ഇർബഇ അലൈന, നീ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം അലീമാൻ. നമ്മൾ ഒന്നിച്ച് വന്നല്ലേ, പക്ഷേ പിന്തിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാം. ഐ എത്തഫി അലിന ബിർഫി വഅദമി ശിദ്ദത്തി ഫിസ്സൈർ അലൈസതി ഹാദിഹ താനിക്, നിങ്ങൾ വരുമ്പ് ഉണ്ടാക്കിയ ആ സാധനം തന്നെയല്ലേ അത്? അല്ല പുതിയ വാങ്ങിയിട്ടുണ്ടാ? അതാ അല്ലത്തി കുന്തു അലൈഹ, അതാ തഖ്ഫിദുക തൗറൻ വതർഫഉക തൗറൻ ആഖർ, അതിൻ്റെ ഓട്ടം കൊണ്ട് എന്താക്കുന്നത് ഒരിക്കലിങ്ങനെ ആകുന്നു, ഇതിങ്ങനെ ആകുന്നു, കുതിരെല്ലാം ചാടുന്ന പോലെ. ഫഅഖൂലു ലഹുന്ന ബല, അതേ വരുമ്പം കൊണ്ടുവന്ന അതേ സാധനം തന്നെയാണിത്. പക്ഷേ വല്ലാഹി ഇന്നഹാ ലഹിയ, അത് തന്നെ. ഫയഖുൽന, എന്നാൽ അവർ പറയുന്നു വല്ലാഹി ഇന്നലഹാ ലശൈനൻ, അതിനെന്തോ ഒരു പുതുമ വന്നിട്ടുണ്ടല്ലോ, ഒരു പുതിയൊരവസ്ഥ വന്നിട്ടുണ്ട്. ഖാലത്ത് ഹലീമ പറയുന്നു റളിയല്ലാഹു അൻഹാ വകുന്തു അസ്മഉ അതാനി തൻതിഖു, ആ കഴുത സംസാരിക്കുന്നുണ്ട്. വല്ലാഹി ഇന്നലി ലശൈനൻ സുമ്മ ലശൈനൻ ശൈനി ബഅസനില്ലാഹു ബഅദ മൗതി, ഞാൻ മരിക്കാനായ അവസ്ഥ അല്ലാഹു തആല എന്നെ പുനർജീവിപ്പിച്ചതാണ്. എനിക്കെന്തോ വലിയ സൗഭാഗ്യമുണ്ട്. ആര് പറയും? ആ കഴുത സംസാരിക്കുന്നു. ഇത് ആ അപ്പം ഇത് ധാരാളം സഞ്ചരിക്കാനുള്ള അന്ന് തന്നെ പോയാൽ നാട്ടിലെത്തൂലല്ലോ. അവിടെ കൂടിയിട്ടുണ്ടാവണോ? ആട് എന്തെങ്കിലും പാൽ കുടിക്കാൻ ഒന്നിച്ച് കൂട്ടിയിട്ടുണ്ടാവണം. ആ ഹോട്ടലും മറ്റേ ഒന്നുമില്ല. ഇനി അപ്പം മരിച്ചെന്ന് ഹയാത്താക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഫീ സെംനി ബഅദ ഹുസാലീന്ന്, മെലിഞ്ഞിട്ട് വല്ലാണ്ട് അവശനായ അവസരത്തിൽ എനിക്ക് തടി കൂട്ടി. അതാ പിന്നെ വൈഹക്കുന്ന യാ നിസാഉ ബനീ സഅദ് ഇന്നകുന ലഫീ ഗഫ്ല, ബനൂ സഅദ് പെണ്ണുങ്ങന്മാർ പറയുന്നത് നിങ്ങൾ വല്ലാണ്ട് ഗഫലത്തിലായി, ഇപ്പം നിങ്ങൾ ഭാഗ്യം കെട്ടോറാണ്. എന്താ വഹൽ തറയിന മൻ അല ലഹരി, എൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന കുട്ടി ആരാ നിങ്ങൾ മനസ്സിലാക്കിയില്ല? എൻ്റെ പുറത്ത് കയറ്റപ്പെട്ട കുട്ടി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങളെ ആദ്യം അവഗണിച്ചത് പറയാൻ. ആ ഖൈറുൻ നബിയ്യീന വ സയ്യിദുൽ മുർസലീൻ വ ഖൈറുൽ അവ്വലീന വൽ ആഖിരീൻ വ ഹബീബു റബ്ബിൽ ആലമീൻ, അതാണ് എൻ്റെ പുറത്ത് കയറിയ കുട്ടി. ഇത് ദക്കറഹു ഫി സീറത്തിൽ ഹലബിയിൽ പറഞ്ഞ കിസ്സയാണ്. എത്തുമോ? എത്രയുണ്ട്? ഒരു 5 മിനിറ്റ് കൂടെ പോട്ടെ അല്ലേ, എന്നാലും വെപ്പിനെത്തിക്കാല. വദുക്കിറ അന്നഹ ലമ്മ അറാദത്ത് ഫിറാഖ മക്ക, ഹലീമ ബീബി മക്കയിൽ നിന്ന് യാത്ര പറയാൻ ഒത്തപ്പോൾ ഇവർ കയറി വന്ന വാഹനമുണ്ടല്ലോ, ആ പങ്കെഴുത അത് തല കൊമ്പിട്ട് കഅബയുടെ ഭാഗത്തേക്ക്, അതിനുണ്ടല്ലോ അതിൻ്റെതായ ബുദ്ധി. സലാസ സജദാത്തിൻ, 3 സുജൂദ്. വറഫഅത് റഅസഹ ഇല സമാ, പിന്നെന്താ ആകാശത്തിലേക്ക് തല ഉയർത്തി. സുമ്മ മസത്, പിന്നെയാണ് നടത്തം ആരംഭിച്ചത്. അതെ. കാലത്ത് ഖദിംന മനാസിലന ബനീ സഅദ്, ബനൂ സഅദിലേക്ക് നമ്മളെത്തി. അപ്പം വലാ അലമു അർളം മിൻ അറാദില്ലാഹി അജ്ദബ മിൻഹ, അള്ളാൻ്റെ ഭൂമിയിൽ ഇത്രമാത്രം ക്ഷാമവും വറുതിയുമുള്ള ഒരു നാട് നമുക്കറിയില്ല. അത്രമാത്രം ക്ഷാമമായിരുന്നു അവിടെ. ഫകാനത്ത് ഗനമി തറൂഹു അലയ്യ ഹീന ഖദിംന ശിബാഅൻ ദാബിനൻ ഗസീറാത്തിൽ ലബൻ, എന്നാൽ എൻ്റെ ആടുകളെ വിട്ട് കഴിഞ്ഞാൽ നല്ല വയറ് നിറച്ച് മുല തെങ്ങി നിറഞ്ഞിട്ട് പാല് നിറഞ്ഞിട്ടാണ് തിരിച്ചു വരാറുള്ളത്.
അപ്പോൾ പിന്നെ തഷ്റബു നമ്മൾ അത് കുടിക്കും. വഫീ റിവായത്ത് ഫഹലബുത്തു എന്നല്ലേ, അവിടെ പനഹലത്തല്ലല്ല, അത് അച്ചടിപ്പഴമാണ്. നമ്മളതിനെന്താക്കും, കറക്കും. വഫീ റിവായത്ത് നഹലിബ് മാഷാ അല്ലാഹ്, എത്രയാന്ന് കറക്കാന്നറിയോ? അതിൻ്റെ എണ്ണം പറഞ്ഞില്ല. വമാ യഹ്ലിബ് ഇൻസാനും ഖാത്തിറത്തൻ ലബനിൻ, എന്നാലും മറ്റുള്ള ആളുകൾക്ക് ഒരു തുള്ളി പോലും പാല് കിട്ടാത്ത അവസ്ഥയായിരുന്നു. വലാ യജിദുഹു ഫീ ലറഇൻ, ഒരു മലയിലും പാലുണ്ടാവില്ല. ഹത്താ കാനൽ മുഖീമു ഫിൽ മനാസിലി മിൻ ഖൗമിനാ യഖൂലു റുആഹിം, നമ്മളെ ഖൗമിൽ താമസിക്കുന്ന മറ്റുള്ളവർ അറിയോ, ഹലീമ ബേബി എവിടെയോ കൊണ്ട് പോയി മേയ്ക്കുന്നുണ്ട്, അവിടത്തേക്ക് നമ്മൾ അടിച്ചു കൊണ്ടുപോകാം, അന്ന് പാല് കിട്ടും. വമാദാ വൈഹക്കും അസ്രിഹു ഹൈസു യസ്റഹു റാഇ ബിൻത അബി ദുഐബിൻ, ആണോ അബൂ ദുഐബിൻ്റെ മോള് മേയ്ക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് മേയ്ക്കാം. അതായത് അബൂ ദുഐബിൻ്റെ മോളായ ജനൂനി എന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഫതറൂഹു അഗ്നാമുഹും ജിയാഅൻ മാ തബില്ലു ബിഖത്രത്തി ലബനിൻ, അതാ ഒരു തുള്ളി പാല് പോലും കിട്ടാതെ വിശന്ന് കൊണ്ട് പോകുന്ന ആട്. വതറൂഹു ഖനമീ ശിബാഅൻ ലബിനൻ, പാല് നിറഞ്ഞത് എൻ്റെ ആട് മടങ്ങിയിരുന്നു. ഫലം നസൽ നഅരിഫു മിനല്ലാഹി സിയാദത വൽ ഖൈർ ഹത്താ മലത് സനതാഹൂൻ, അങ്ങനെ 2 കൊല്ലം കഴിയുന്നത് വരെയും നമ്മൾക്ക് എന്തൊരു സിയാദത്തും എന്തൊരു ബറക്കത്തും എന്തൊരു ഖൈറാണ് നമുക്ക് കിട്ടിത്തന്നത് കേട്ടാ. വഫതംതുഹു, ഇനെന്താക്കും, തങ്ങളെ മുലകൂടി മാറ്റേണ്ട സമയമായി. എല്ലാം ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഇനി തങ്ങളുടെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. വക്കാന യശിബ് ഷബാബൻ ലാ യുഷ്ബിഹുൽ ഗിൽമാൻ, സാധാരണ കുട്ടികൾക്ക് തുല്യതയില്ലാത്ത രീതിയിലുള്ള വളർച്ചയാണ് തങ്ങൾക്കുള്ള വളർച്ച. വഅംബതഹ നബാതൻ ഹസനൻ, മറിയം ബീബിനെ പറ്റി പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞില്ലേ സാധാരണ കുട്ടികളുടെ വളർച്ചയല്ലാന്ന്. കാലത്ത് എന്താണത്, ഫലം യഖ്ത സനതൈഹി ഹത്താ കാന ഗുലാമൻ ജഫർ, നല്ല ആരോഗ്യവാനായ ചുറുചുറുക്കുള്ള ആളായി 2 വർഷം കഴിയുമ്പോഴൊക്കെ അതാ. وعن حليمة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم لما بلغ شهرين يجني إلى كل جانب, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസേ ആയിട്ടുള്ളൂ, 2 മാസം എന്നാൽ ചുറ്റുഭാഗത്തൊക്കെ നടക്കും. വഫീ സലാസത്തി അശ്ഹുരിൻ, 3 മാസമായപ്പോൾ കാന യഖൂമു അലാ ഖദമൈ, 2 കാലുമേൽ എന്താക്കും, നിൽക്കും. വല്ല പാടിയേ ജിമശ്ശുഹൂരി ഖായിമും ഫീഹാ ജമാശിയം ഫിത്വാഇ നുതകം ഫാഹാ, പറ്റില്ല. അൽഫിഫു മുഅല്ലിഫൻ അൽഫ അൽഫി ലിലാക വല്ലൽഫു ലഫഉല മുബീന സിവാക, അത് അലിഫും ഭാഗത്താകത്താൻ ഒപ്പിച്ച് വൈത്താന്ന്. അതിൽപ്പെട്ടാണ് 3ാമത്തെ ജിമശ്ശുഹൂരി അലിഫ് ഭാഗത്താക് സർസാറത്തൻ തസ്തറു സദിയാ ഉമ്മിക്ക, സാഹിനെ പറ്റിയിട്ട്. 3ാമത്തേതാണ് ജീം, അൽഫും ഭാഗത്താക് സാ ജീം, ജീമിലാണ് ജിമശ്ശുഹൂരി ഖായിമും ഫീഹാ ജമാശിയം ഫിത്വാഇ നുതകം ഫാഹാ, അതാ 3ാം മാസം. ജിമശ്ശുഹൂരി മാസങ്ങളിൽ 3ാമത്തെ മാസത്തിൽ ഖായിമുൻ നിന്ന്, ഫീ ഹാഹാ എന്ന് പറഞ്ഞാൽ, ഹാ എന്ന് പറഞ്ഞാൽ 5ാം മാസം, അത് അബജദി, ഹാൻ്റെ ലമീരടുത്തേക്ക് സുഹൂറിലേക്ക്. അപ്പോൾ ഫീ ഹാഹ എന്ന് പറഞ്ഞാൽ 5ാം മാസത്തിൽ ജാമാശിയൻ നടക്കാൻ തുടങ്ങി. ഫി ത്വാഇ 9ാം മാസത്തിൽ നുതകം ഫാഹ, വ്യക്തമായ ഫസിയായി സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ നാട്ടുകാരുണ്ടാക്കിയ പാട്ടാണിത്. അവര് കണയന്നൂർ അഹമ്മദ് മുസ്ലിം നബറല്ലാഹു മർക്കദഹു റളിയല്ലാഹു അൻഹു, കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു ആലിമ്, ബഹുമാനപ്പെട്ട പി ഉസ്താദിൻ്റെ അമ്മോച്ചൻ, സയ്യിദ് സാറിൻ്റെ ഉപ്പപ്പ, ഉമ്മാൻ്റെ ഉപ്പ. ഒരു കണയന്നൂരാന്ന്, അഞ്ചരക്കണ്ടി കണയന്നൂർ എന്ന് പറയും. ഒരു പുറത്തില്ല പെണ്ണിട്ടീന്. എത്ര വലിയ ആലിം സുബ്ഹാന, എത്ര കയ്യത്തെ കിതാബ്, എത്ര ഫതാബകൾ, എത്ര ബൈത്തുകൾ, നിമിഷക്കവി. സ്വന്തം അധ്വാനിച്ചിട്ട് നയിച്ചിട്ടാന്നു, ധാരാളം 5 പൈസ ഒന്നും വാങ്ങില്ല. വലിയ സ്ഥലത്തുണ്ടാക്കി 100 കണക്കിന് തെങ്ങ് വെച്ചിട്ട് സ്വന്തം കിളച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ട കിളക്കല്. എന്നിട്ട് സമയൊക്കെ വെച്ചിട്ട് പോയിട്ട് കളിച്ചിട്ട് എന്താക്കും,
ദുഹാ വരെ പണിയെടുത്തിട്ട് ഒന്ന് കുളിച്ച് എന്താ കൈയും കാലം കയറ്റി ഒന്നുണ്ടാക്കിയിട്ട് ദുഹാ നിൽക്കിച്ച് കുറച്ചും കൂടെ പണിയെടുക്കും. അത്ര ഉടക്കിയിട്ട് പിന്നെ കൈലൂലത്തിൻ്റെ ഒരു ഉറക്ക്. ലുഹർക്ക് ശേഷം പിന്നെ കിതാബ് തസ്നീഫാത്തുകളും ഒത്തുവ കൊടുക്കലും ഇങ്ങനെയാണ് തുടങ്ങിയത്. എന്താ കയ്യത്തിൻ്റെ ചുരുക്ക് കാണണ്ടേ? പക്ഷെ കിതാബെല്ലാം ചെതല്ല ഭക്ഷണമായി മാറി എന്ന് പറയുക. ഇതാണ് നമ്മളെ നാട്ടിലെ പൗറ്. എത്ര ആലിമ്യങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ ഭാഗത്ത് പുറത്തിയിൽ മക്കാമിൽ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയാൽ മൂപ്പറ കവറുമാണ്. പുറത്തിൽ എല്ലാം വലിയ മക്കാമില്ലേ ഷെയ്ഖിൻ്റെ അബ്ദുൽ ഖാൻ സാന്നിധ്യങ്ങളെ, അതിൻ്റെ മിറ്റത്ത് ഇൻ്റർലോക്കിൻ്റെ അപ്പുറം പടിഞ്ഞാറ് ഭാഗത്ത് വന്നു. ഇപ്പം സലാം പറയലുണ്ട്. അതിന് അർഹതപ്പെട്ട ആളാണ്. വഫീ അർബഅത്തിൻ 4 മാസത്തിപ്പോൾ കാല എംസിക്കുൾ ജിദാറ എംസി ചുമര് പിടിച്ചിട്ട് നടക്കും. വഫീ ഖംസത്തിൻ ഹസനത്ത് ലഹുൽ ഖുദ്റത്തു അലൽ മശ്, അതാ 5-ാം മാസം. അതാണ് ഫീ ജാ മാഷിയൻ, നടക്കാനുള്ള കഴിവുണ്ടായി. ഫലമ്മ ബലഗ സമാനിയത അശ്ഹുരിൻ കാന യതകല്ലമ ബിഹൈസു യസ്മഉ കലാമുഹു, 8 മാസമായപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. വലമ്മ ബലഗ 6 അശ്ഹുരിൻ കാന യതകല്ലമ ബിൽ കലാമിൽ ഫസീഹ്. ഫി ത്വാഇൻ ഉതകം ഫഹാന ഉപ്പർ പറഞ്ഞത്. വലമ്മ ബലഗ 10 അശ്ഹുരിൻ 10 മാസം എത്തിയപ്പോൾ കാന യർമി ബിസ്സിഹാമി മഅസബിയാൻ, കുട്ടികളോടെ കൂടിയിട്ട് അമ്പെയ്ത്ത് ശീലിക്കും. وعن حليمة رضي الله عنها قالت إنه لفي هجري, മടിയിലുണ്ട്. ഇത് മറത്ത് ബിനാ ഗുനൈമാത്തുൻ, കുറച്ചാട് കൂട്ടം അതിൽ കൂടി നടന്നു പോകുന്നു. അപ്പോൾ അക്കബലത്ത് വാഹിദത്തും മിന്നുന്ന, ആ ആട്ടും കൂട്ടത്തിൽപ്പെട്ട ഒരാട് എന്നോടുക്കുള്ള മുന്നിട്ടിട്ട് ഹത്താ സജദത്ത് ലഹു വക്കബലത്ത് റഹ്സഹു, തല കുനിച്ചിട്ട് തങ്ങളെ തല ഒന്ന് ചുംബിച്ച്. സുമ്മ ദഹബത്ത്, പിന്നെ അയാടങ്ങൾ പോയി. കാലത്ത് റളിയല്ലാഹു അൻഹ വകാന യൻസിലു അലൈഹി കുല്ല യൗമിൻ നൂറുൻ കനൂറി ശംസ്, സൂര്യൻ്റെ പ്രകാശം പോലത്തെ പ്രകാശം തങ്ങളിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സുമ്മ യൻസിലി, പിന്നെ അത് അസ്തമിച്ച് പോവുകയും ചെയ്യും. വൈലാ ഖിസ്സത്തി ഇർളാഇ യുശൈറു സാഹിബുൽ ഹംസിയ, ഇതിനെപ്പറ്റിയാണ് ബുസരി ഇമാമ് പറയുന്നത് റളിയല്ലാഹു അൻഹു. ഇതിന് ഖസീദത്തുൽ ഹംസിയയിൽ പട് വബദത് ഫീ റളാഇഹി മുഅ്ജിസാതുൻ ലൈസ ഫീഹാ അനിൽ ഉയൂനി ഖഫാഉ സ്വലവാതി അലൻ നബി وهو خير الأنام بدر تمام إذ آبته ليتمه مرضعات قلنا ما في اليتيم حنا غناء صلوات على النبي وسلام وهو خير العالم بدر تمام فآتته من آل سعد فتاة قد آبتها لفقدها الرضعاء صلواتي على النبي وسلام وهو خير العالم بدر تمام أرضعته لبانها فسقتها وبانيها ألبانهن الشاء صلواتي على النبي والسلام وهو خير العالم بدر تمام أصبحت شولا عجافا وأمست ما بها سائل
ولا عاد فاء صلواتي على النبي والسلام وهو خير العالمين بدر تمام أخصب العيش عندها بعد ماحل إذ غدا للنبي منها غداء صلواتي على النبي والسلام وهو خير العالم بدر تمام جعلها منة لك الضلوع فالأجر عليها من جنسها والجزاء صلواتي على النبي والسلام وهو خير العالم بدر تمام وإذا سخر الإله أناسا لسعيد فإنهم سعداء صلواتي على النبي والسلام وهو خير العالم بدر മുസ്ലിമാം എന്താ പറച്ചിലല്ലേ സല്ലല്ലാഹു അലൈഹി എന്താ കുടിച്ചിട്ട് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد يا رب صل عليه കുറച്ച് ദ്വാരക്കാനുണ്ട്. വളപട്ടണത്തെ തങ്ങൾ സെയ്തു എന്ന് പറഞ്ഞൊരു തങ്ങൾ കഴിഞ്ഞ ആഴ്ച വെച്ച കാളിയാറ അനിയ. അതുപോലെ നമ്മളെ റാഷിദ് ഉണ്ടല്ലോ പുതിയങ്ങാടി, അദ്ദേഹത്തിൻ്റെ പുതിയാപ്പള കടലിൽ അപകടത്തിലായിട്ട് മരിച്ചിട്ടുണ്ട്. അവർക്ക് ദ്വാരക്കണം പറഞ്ഞു. അവർക്ക് നിന്ന് തഹാമ. പിന്നെ ഏതാണ് ഇബ്രാൻ നജിക്ക അവർക്ക് കുറച്ച് ഫാത്തിഹ ലേശം ഇഖ്ലാസ് ഓതിയിട്ട് ഒന്ന് ദ്വാരക്കുന്നു. നിങ്ങളെ വേറെ യാത്രയും എല്ലാം കൂട്ടി അങ്ങോട്ട് വരണം. ആ